നിൽക്കുമ്പോൾ തന്നെ രണ്ട് വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നിൽക്കുമ്പോൾ തന്നെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എക്സഡസ് ചാപ്റ്റർ 15 verses 22 to 25. അതിനെ തുടർന്ന് എബ്രായലേഖനം 12-ാം അധ്യായം, എബ്രായലേഖനം 12 14 മുതൽ 16 വരെ. എബ്രായർ 12ലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് സ്തോത്രം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം പുറപ്പാട് 15 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഈ രണ്ട് വേദഭാഗങ്ങൾ നമുക്ക് ശബ്ദമുയർത്തി ഒരുമിച്ച് വായിക്കാം. റെഡി? അനന്തരം മോശ ഇസ്രായേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ച് അവർ ശൂ മരുഭൂമിയിൽ ചെന്ന് 3 ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു. അതിന് മാറ എന്ന് പേരിട്ടു. അപ്പോൾ ജനം, ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് മോശയുടെ നേരെ പിറുപിറുത്തു. അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിൽ ഇട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു. അവിടെ വെച്ച് അവൻ അവരെ പരീക്ഷിച്ചു. കേട്ടവർ ആമേൻ പറഞ്ഞാട്. യെസ്, അവിടെ അവൻ യഹോവയോട് അപേക്ഷിച്ചു. യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. ഒരിക്കൽ കൂടെ യഹോവ അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. റിയലി, വെള്ളം മധുരമായി തീർന്നു. എബ്രായലേഖനം 12-ാം അധ്യായം സ്തോത്രം. എബ്രായലേഖനം 12-ാം അധ്യായം ഡിസ്പ്ലേ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ബിക്കോസ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇംഗ്ലീഷ് ബൈബിളാണ് നോർത്ത് ഇന്ത്യയിൽ കൊണ്ടുപോയത്. സ്തോത്രം. അതെ, എബ്രായലേഖനം, യെസ്, ഇറ്റ് ഇസ് ദയർ. എബ്രായലേഖനം 12-ാം അധ്യായം സ്തോത്രം. അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. 14, 15, 16 വാക്യങ്ങൾ. അതും നമുക്ക് ഒരുമിച്ച് ശബ്ദമുയർത്തി വായിച്ചിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കാം. സ്തോത്രം. എല്ലാവരും റെഡി? എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അടുത്ത വാക്യം. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുക. ആമേൻ. ഒരു ഊണിന് അടുത്ത വാക്യം കൂടെ. യെസ് മോനെ, അടുത്ത വാക്യം കൂടെ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നാം കേൾക്കുന്ന സ്തോത്രം, ഈ ദൂതിന്റെ തലക്കെട്ട് ഇതാണ്: ദ ബാറ്റിൽ അഗൈൻസ്റ്റ് ബിറ്റർനെസ്. കയ്പിന് എതിരെയുള്ള ഒരു യുദ്ധം. കയ്പിന് എതിരെയുള്ള ഒരു യുദ്ധം. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാറയിലെ മധുരം. തമിഴ്നാട്ടിലുള്ള ഒരു ശുശ്രൂഷയുടെ പേരാണ് മാറയിൽ മധുരം. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ മാറയിൽ ദൈവത്തിന് ഒരു മധുരമുണ്ട്. നിങ്ങൾ അനുഭവിച്ച എല്ലാ മാറകളും ദൈവകൃപയാൽ മധുരമാകാൻ പോകുന്നു. ബാക്കിയുള്ളവർ കൂടെ സ്തോത്രം പറയട്ടെ. ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച എല്ലാ മാറകളും സ്തോത്രം നാളെ മധുരമായി തീരുന്നു എന്ന് ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദയവായി ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ യോഗങ്ങളെയും ഓർത്ത് ഇങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മദർ ടങ്ങിലല്ല, ഫാദർ ടങ്ങിലാണ് പ്രാർത്ഥിക്കുന്നത്. മാതൃഭാഷയിലല്ല, പിതൃഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്, അഥവാ അന്യഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. സോ അങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്ന സമയത്ത് ദ മൂവ്മെന്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ചലനം എന്നൊരു പദം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയണം എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ ചലനം. എന്താണ് ഞാൻ പറഞ്ഞത്? ദൈവത്തിന്റെ ചലനം. ദൈവം നിങ്ങളെ ഈ ചർച്ചിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്തത്, ദൈവം ഈ തോട്ടത്തിൽ നിങ്ങളെ നട്ടിരിക്കുന്നത് നിങ്ങളെ പെന്തിക്കോസുകാരാക്കാനല്ല, പകരം
ദൈവത്തിന്റെ ചലനത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയാ. ഈ കാലഘട്ടത്തിൽ ദൈവകൃപയാൽ കർത്താവ് സ്തോത്രം ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അനുഗ്രഹമാക്കി. സ്തോത്രം, ദൈവം നിങ്ങളെ ചലിപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ ചലനത്തിന് ചാനലാക്കി തീർക്കുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, ദൈവം ചലിക്കുന്നവനാണ്. ഞാൻ പറയാറുണ്ട്, കാറ്റ് വീശുന്നത് പോലെ, നദി ഒഴുകുന്നത് പോലെ, തീ കത്തുന്നത് പോലെ ദൈവം ചലിക്കുന്നവനാണ്. തീയാണോ അത് കത്തിയിരിക്കും, കാറ്റാണോ അത് വീശിയിരിക്കും, നദിയാണോ അത് ഒഴുകിയിരിക്കും. ദൈവമാണോ അവൻ ചലിച്ചിരിക്കും. ദൈവമാണോ അവൻ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവം, സ്തോത്രം, ദൈവം ചലിച്ചിരിക്കും. ദൈവം ചലിക്കുന്നത് ചന്തയിലല്ല, ദൈവം ചലിക്കുന്നത് സഭയിലൂടെയാണ്. സ്തോത്രം, കർത്താവ് നിങ്ങളിലൂടെ ഈ കാലഘട്ടത്തിൽ ദൈവകൃപയാൽ ചലിക്കുന്നു. പക്ഷെ ഈ ഫസ്റ്റ് സെഷനിൽ ദൈവകൃപയാൽ മനസ്സിലാക്കണമേ, പലപ്പോഴും നമ്മുടെ പുറത്തുള്ളതായ ശത്രു അല്ല, സ്തോത്രം, പല ചലനങ്ങളെ കൊന്നത്. സ്തോത്രം, നമ്മുടെ അകത്തുള്ളതായ ശത്രുക്കൾ അത്രേ. ഒരിക്കൽ കൂടെ, പുറത്തുള്ള ശത്രുക്കളെക്കാൾ പല സമയത്ത് പല ദൈവദാസന്മാരെ, പല ദൈവമക്കളെ, പല ദൈവിക ചലനങ്ങളെ കൊന്നത്, സ്തോത്രം, അകത്തുള്ളതായ ശത്രുക്കളാണ്. റോമാ സാമ്രാജ്യം ഉൾപ്പെടെയുള്ളതായ വലിയ വലിയ സാമ്രാജ്യങ്ങൾ തകർന്നത് ഇന്റർനാഷണൽ പുറത്തുള്ളതായ ശത്രുവിനെ കൊണ്ടല്ല, ആഭ്യന്തര കലഹങ്ങൾ അല്ലെങ്കിൽ ആഭ്യന്തരമായി അവർക്കുള്ളതായ പ്രശ്നമാണ്. സോ ഇന്ന് ഈ ഉപവാസപ്രാർത്ഥനയുടെ ആരംഭ ആഴ്ചകളിൽ ദിവസങ്ങളിൽ കർത്താവ് നമ്മുടെ അകത്ത് കിടക്കുന്നതായ ഒരു പ്രത്യേക കാര്യത്തെ, സ്തോത്രം, ഡീൽ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. പ്രവചിക്കുന്നവരുണ്ട്, സ്തോത്രം, പ്രസംഗിക്കുന്നവരുണ്ട്, സ്തോത്രം, നൂറുകണക്കിന് വ്യക്തികൾക്ക് അനുഗ്രഹമായി ശുശ്രൂഷിക്കുന്ന ദൈവമക്കളുണ്ട്, സാധാ വിശ്വാസികളുണ്ട്. നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രു പുറത്തല്ല, അത് അകത്താണ്. അതാണ് കയ്പ് എന്ന് പറയുന്നത്. വായ്, എന്തുകൊണ്ടാണ് ആ കയ്പുണ്ടാകുന്നത്? വീണുപോയ ലോകത്താണ് നാം വസിക്കുന്നത്. ഈ വീണുപോയ ലോകത്ത്, സ്തോത്രം, നമ്മളെ കുത്തുവാനും നമ്മളെ വെട്ടുവാനും നമുക്കെതിരെ സംസാരിപ്പാനും നമുക്കെതിരെ പെരുമാറുവാനുമായി ഒരു കൂട്ടം ജനത്തെ സാത്താൻ, സ്തോത്രം, എപ്പോഴും ഉപയോഗിക്കും. ഒന്നുകിൽ സാത്താൻ ചിലരെ ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ ദൈവം അവരെ ഉപയോഗിക്കുന്നു. മനസ്സിലായവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം, സാത്താൻ ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മുറിവുകളായി, പ്രശ്നങ്ങളായി, വേദനകളായി തീരുന്നു. എന്നാൽ ദൈവം മുറിക്കുന്നവനല്ല, ദൈവം മുറിവ് കെട്ടുന്നവനാണ്. ദൈവം മുറിക്കുന്നവനല്ല, ദൈവം മുറിവ് കെട്ടുന്നവനാണ്. ദൈവം നിന്റെ ശത്രുവല്ല. നീ സേവിക്കുന്ന നിന്റെ ദൈവം ഒസാമ ബിൻ ലാദൻ അല്ല, ദൈവം ഹിസ്ബുള്ള ആത്മാവല്ല, ദൈവം ഹമാസ് അല്ല, ദൈവം നിന്റെ അപ്പനാണ്, ദൈവം നിന്റെ പിതാവാണ്. ഒരമ്മ മറന്നാലും മറക്കാത്തവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുറിവുകൾ ഉണ്ടായിരിക്കാം, എനിക്ക് എൻ്റെ മുറിവുകൾ ഉണ്ടായിരിക്കാം, പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ മറ്റുള്ളവർ, സ്തോത്രം, അവരാരാണെങ്കിലും നമ്മെ വാക്കിലും പ്രവൃത്തിയിലും മുറിക്കുമ്പോൾ ആ മുറിവിലും അത് നിമിത്തമുള്ളതായ ബിറ്റർനെസ്സിൽ, കയ്പിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നഷ്ടം അവർക്കല്ല, നഷ്ടം നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ ഉറവകൾ അടഞ്ഞു പോകാതിരിക്കാൻ ഈ രാത്രി വളരെ ശാന്തമായി, ഇതേറ്റം പോലെ ഞാൻ നിൽക്കത്തുള്ളൂ, വളരെ കൃത്യമായി കർത്താവ് പറയുന്നു, മോനെ, നിന്റെ അകത്തുള്ളതായ കയ്പുണ്ടല്ലോ, അതിനെ എടുത്ത് പുറത്തു കള. സ്തോത്രം. ഡോക്ടർ തോമസ് മാത്യുവിന്റെ ഭാര്യ, ഇന്ന് ജീവിച്ചിടപ്പെട്ട മേരി ആന്റി, ഞങ്ങളായിട്ട് 2004 ഒരു നോർത്ത് ഇന്ത്യ ട്രിപ്പിന് വേണ്ടി കടന്നുപോയി. സ്തോത്രം. അലിരാജ്പൂർ എവിടെയാ മധ്യപ്രദേശിൽ എത്തുമ്പോൾ ഒരു പുതിയ മിഷണറി നല്ലൊരു കോഴിക്കറി, സ്തോത്രം, ഉണ്ടാക്കി വെച്ചു. ഉപവാസ പ്രാർത്ഥനയാണ്. കോഴിക്കറി എന്ന് പറയുമ്പോൾ ആരുടെയും വായിൽ വെള്ളം ഉറുന്നെങ്കിൽ, സ്തോത്രം, ഞാൻ സോറി പറയത്തില്ല, നടന്ന സംഭവം. സോ നോക്ക്, അങ്ങനെ കോഴിക്കറി ഉണ്ടാക്കി വെച്ച് ആ പുതിയ മിഷണറി, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അന്ന് അവൻ ചെറുപ്പമാണ്, പുതിയ മിഷണറി, അവന്റെ ലൈഫിൽ ആദ്യമായിട്ട് പുതിയ കോഴിക്കറി ഉണ്ടാക്കിയതായിരിക്കാം. സ്തോത്രം. പക്ഷെ അത് വച്ച ഉടനെ തന്നെ, വായിൽ വച്ച ഉടനെ തന്നെ ആന്റി പ്രകാരം ചോദിച്ചു, മോനെ, ഇതിന് കുറച്ച് കയ്പുണ്ടായിരുന്നോ? ഈ കോഴിയുടെ അകത്ത് കയ്പുണ്ടായിരുന്നോ? കയ്യേർത്തണ്ട, ഞാൻ കോഴിയുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. കോഴിയുടെ അകത്തെ കുറച്ച് കയ്പുണ്ടായിരുന്നോ? നീ അത് എടുത്ത് കളഞ്ഞില്ലേ അല്ലേ? അപ്പൊ ആ കറി വായിൽ വച്ചപ്പോ തന്നെ മേരി ആന്റിക്ക് മനസ്സിലായി, ഇതിൻ്റെ ഉള്ളതായ കയ്പെടുത്ത് കളയാതെയാണ് അവൻ കറി വച്ചത്. കയ്പ് കളയാത്തത് കൊണ്ട് കറി മുഴുവൻ ചീത്തയായി പോയി. എന്തൊരു ശാന്തത! കയ്പ് കളയാത്തത് കൊണ്ട് പലരുടെയും ശുശ്രൂഷ മുഴുവൻ ചീത്തയായി പോയി. കയ്പെടുത്ത് കളയാത്തത് കൊണ്ട് പലരുടെ ജീവിതം മുഴുവൻ ചീത്തയായി പോയി. ഞാൻ കണ്ടിട്ടുണ്ട്, ലാസ്റ്റ് 34 വർഷമായി ഭയങ്കരമായി വേദപുസ്തകം അറിയാവുന്നവർ, ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നവർ, അങ്ങേയറ്റത്തെ വേർപാടും ഇങ്ങേയറ്റത്തെ വിശുദ്ധിയും പറയുന്നവർ, ഉൽപ്പത്തിക്ക് മുമ്പും വെളിപ്പാടിന് ശേഷവും പറവാനും അതേ പ്രസംഗിപ്പാനും കഴിവുള്ളവർ, അകത്ത് കുറച്ച് കയ്പുള്ളത് കൊണ്ട് അവിടെ ലൈഫ് വേസ്റ്റ് ആയി കിടക്കുമ്പോൾ ഇന്ന് രാത്രി ആരോട്
പരിശുദ്ധാത്മാവ് വാണിംഗായി നൽകുന്നു. നോ മോർ ബിറ്റർനെസ്. കയ്പ് വേണ്ട, കയ്പ് വേണ്ട. ദൈവം നിന്നെ ഒരു ചലനമാക്കാൻ വേണ്ടി പോകുന്നു. നിന്റെ ചലനം 10,000ങ്ങളുടെ ചലനമാക്കുവാൻ പോകുകയാണ്. കമാൻ, ഏറ്റെടുക്ക് കുട്ടി, ഏറ്റെടുക്ക്. നിന്റെ ചലനം 10,000ങ്ങളുടെ ചലനമാകാൻ വേണ്ടി പോകുകയാണ്. നിന്റെ ചലനം, ഈ മോന്റെ ചലനം ലക്ഷങ്ങളുടെ ചലനമാകാൻ വേണ്ടി പോകുകയാണ്. ഇവനെന്ന് കപ്പും കൊണ്ട് നടക്കത്തില്ല. ഇവനൊരു പ്രൊമോഷൻ ഉണ്ട്. നിങ്ങൾ എല്ലാവരെയും പിടിച്ചു നിർത്തി ഈ കുഞ്ഞിന്റെ തോളത്തെ കൈവച്ച് ഞാൻ പറയുന്നു, യവൻ ഉൾപ്പെടെ എല്ലാവർക്കും പ്രൊമോഷൻ ഉണ്ട്. ദൈവഹിതമില്ലാത്തതൊന്നും ഈ തോളിൽ കയറുവാൻ ദൈവം സമ്മതിക്കയില്ല. ദൈവഹിതമില്ലാത്തതൊന്നും നിങ്ങളിലും എന്നിലും നിന്റെ പുറത്ത് കയറാൻ ദൈവം സമ്മതിക്കത്തില്ല. പക്ഷെ പ്രോബ്ലം, സ്തോത്രം, ഒരു വാണിംഗ് ആണ്. ഈ വാണിംഗ് കളയല്ല. ടൈറ്റാനിക് മുന്നോട്ട് കുതിക്കുമ്പോൾ കുറഞ്ഞത് 3 വാണിംഗ് അവർക്ക് ലഭിച്ചു. ടൈറ്റാനിക്കിന് സിനിമ കണ്ടവർ കൈ ഉയർത്തണ്ട. സ്തോത്രം, അതെ, ടൈറ്റാനിക് മുന്നോട്ട് കുതിക്കുമ്പോൾ 3 സ്തോത്രം വാണിംഗ് അവർക്ക് ലഭിച്ചു. പക്ഷെ ആ വാണിംഗ് അവർ അവഗണിച്ചു. വാണിംഗ് അവഗണിക്കുന്നെങ്കിൽ അപകടം നിന്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, സ്തോത്രം, ആർക്കും നിന്നെ തുലയ്ക്കാൻ പറ്റത്തില്ല. പുറത്തുള്ള ആർക്കും നിന്നെ തടയുവാൻ കഴിയത്തില്ല. അതെല്ലാം നമ്മൾ പഴിചാരുന്നതാണ്. നിന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്. വേറെ ആരുടെയും കയ്യിൽ നിന്റെ റിമോട്ട് കൺട്രോൾ ദൈവം കൊടുത്തിട്ടേ ഇല്ല. നിന്റെ ലൈഫിൽ ആൽഫ എന്ന് പറഞ്ഞു നിന്റെ ലൈഫിൽ ആൽഫ എന്ന് പറഞ്ഞു തുടങ്ങിയവൻ, ദൈവം ആൽഫ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ അവൻ ബെറ്ററായി ആരംഭത്തെക്കാൾ അവസാനത്തെ നല്ലതാക്കി തീർക്കുവാൻ ശക്തനാണ്. സ്തോത്രം. ഓരോ കോൺഗ്രിഗേഷനെ കുറിച്ച്, ഓരോ ദൈവദാസന്മാരെ കുറിച്ച് ഓരോ ഉദ്ദേശമാണ് ദൈവത്തിനുള്ളത്. ഞാൻ ആ പദം വീണ്ടും ആവർത്തിക്കട്ടെ. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ജോലി ഉള്ളതുപോലെ ഓരോ അപ്പോസ്തലന്മാരെ കുറിച്ച്, ഓരോ പ്രവാചകന്മാരെ കുറിച്ച്, ഓരോ ദൈവമക്കളെ കുറിച്ച് ഓരോ ഉദ്ദേശമാണുള്ളത്. ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം സ്വർഗത്തിലെ ദൈവം എന്നോട് പറഞ്ഞത്, ഈ തലമുറയിൽ വലിയൊരു ദൈവിക ചലനത്തിനായി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ചലനത്തിനായി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു. ഈ 3 സെഷനും അതാണ്. സ്തോത്രം. പ്രവചനാത്മാവിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ തലയിൽ കൈവച്ച് ഞാൻ ദൂത് പറഞ്ഞില്ലെങ്കിലും ഒരൊറ്റ സെന്റൻസ് പോലെ കളയല്. പകരം നിങ്ങളുടെ ചലനം പട്ടണങ്ങളുടെ ചലനമായി തീരട്ടെ. നിങ്ങളുടെ ചലനം രാജ്യങ്ങളുടെ ചലനമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അടഞ്ഞു പോയതിനെ ദൈവം ഈ മിനിറ്റുകൾ ജ്വലിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഉടഞ്ഞു പോയതിനെ ദൈവം പണിവാൻ വേണ്ടി പോകുന്നു. നിന്നു പോയതിനെ കർത്താവ് ഇതാ വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഷട്ടർ ഇട്ട് അടച്ചു കളഞ്ഞ ബിസിനസ്സുകൾ വീണ്ടും ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. കോഴ്സുകൾ, നിന്നുപോയ കുട്ടികൾ വീണ്ടും, സ്തോത്രം, അതെ, തുടരുവാൻ വേണ്ടി പോകുന്നു. നോ മോർ സ്റ്റാഗ്നേഷൻ. സ്റ്റാഗ്നന്റ് അല്ല, പകരം ഒരു മൂവ്മെന്റ് ആക്കി ദൈവം നിങ്ങളെ തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. ബിറ്റർനെസ്, കയ്പ് എന്ന് പറയുന്നത് അതൊരിക്കലും നന്മ അല്ലേ അല്ല. 7 കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ, ഏറ്റവും കുറഞ്ഞത് 7 കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തെ കയ്പുള്ളതാക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. 7 കാര്യങ്ങൾ ആത്മീയരെന്ന് പറഞ്ഞാലും നമ്മുടെ ജീവിതത്തെ കയ്പുള്ളതാക്കുന്നു. നമ്പർ 1, ഒന്നാമത് പാപം നമ്മുടെ ജീവിതത്തെ കയ്പിക്കുന്നു. സ്തോത്രം. പാപം നമ്മുടെ ജീവിതത്തെ കയ്പിക്കുന്നു. ഹൈവേയിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട്, സ്തോത്രം, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ്. അതെ, സ്പീഡ് ത്രില്ലിയിപ്പിക്കുന്നതാണ്, പക്ഷെ അവസാനം അത് നിന്നെ കൊന്നു കളയുന്നതാണ്. ഇതുപോലെ പാസ്റ്റർ പാപം ചെയ്താലും, സ്തോത്ര, വിശ്വാസി പാപം ചെയ്താലും ദൈവത്തിന് പാപം തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:23 വേദപുസ്തകം പറയുന്നു, പാപം അത് കയ്പ് നൽകുന്നതാണ്. പാപം കയ്പ് തരുന്നതാണ്. നമ്പർ 2, രോഗം കയ്പ് തരുന്നതാണ്. ഹിസ്കിയ രാജാവിന് രോഗമെന്നു. യെശയ്യാ 38, ഹിസ്കിയ രാജാവിന് രോഗമെന്നു. രോഗം എനിക്ക് അനുഗ്രഹമായിരുന്നേ എന്നൊരിക്കലും, സ്തോത്രം, അവൻ പറഞ്ഞില്ല. പകരം, സ്തോത്രം, ആ രോഗത്തിൽ നിന്ന് ദൈവം അവനെ സൗഖ്യമാക്കി ആഹാസിന്റെ കടികാരത്തെ പിന്നിലേക്ക് ദൈവം കൊണ്ടുപോയി. ഇന്ന് വളരെ കൃത്യമായി ഞാനൊരു ദൂത് പറയാം. വേറൊരുത്തന്റെ വാച്ചല്ല നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. ഒരിക്കൽ കൂടെ, വേറൊരുത്തന്റെ വാച്ച് അനുസരിച്ചല്ല നിന്റെ ജീവിതം നിയന്ത്രിക്കുന്നത്. അതുപോലെ വേറൊരുത്തന്റെ നാവല്ല നിന്റെ ഫ്യൂച്ചറിനെ തീരുമാനിക്കുന്നത്. യെസ് യെസ്, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. വേറൊരുത്തന്റെ ഡയറി കുറിപ്പല്ല നിന്റെ ശുശ്രൂഷയെ നിയന്ത്രിക്കുന്നത്.
നിനക്കെതിരെ സാത്താൻ പറഞ്ഞ, മനുഷ്യൻ പറഞ്ഞ സകല നെഗറ്റീവ് വാക്കുകളെ ഈ ആരംഭ സമയത്ത് തന്നെ സ്വർഗത്തിലെ ദൈവം ക്യാൻസൽ ചെയ്യുകയാണ്. സ്തോത്രം. അതെ, ആഹാസിന്റെ ഘടികാരത്തെ ദൈവം പിന്നിലേക്ക് വെച്ച്, സ്തോത്രം, അതെ, ഹിസ്കിയാവിനെ ദൈവം വിടുവിച്ചപ്പോൾ യെശയ്യാ 38:17 പറയുന്നു, സമാധാനത്തിനായി അത്യന്തം കയ്പായത് എനിക്ക് ഭവിച്ചു. എന്താ കയ്പായി ഭവിച്ചത്? എന്റെ രോഗം എനിക്ക് കയ്പായിരുന്നു. പാപം കയ്പായിരിക്കുന്ന പോലെ രോഗം കയ്പായിരിക്കുന്നു. ഇയ്യോബിന് ജീവനൊഴികെ എല്ലാം നഷ്ടപ്പെട്ടു. ജീവിതത്തിന്റെ സഫറിങ്സ്, ജീവിതത്തിന്റെ പ്രശ്നങ്ങള്, ഓളങ്ങള്, തിരമാലകള്, അത് പലപ്പോഴും നന്മയല്ല, അത് കയ്പ് തരുന്നതാണ്. ബാഡ് എക്സ്പീരിയൻസസ്, ടർമോയിൽസ് ലൈഫിൽ വരുന്നതായ, സ്തോത്രം, അതികഠിനമായ പ്രശ്നങ്ങള് ആർക്കും പറയാൻ കഴിയത്തില്ല നന്മയെന്ന്. സ്തോത്രം. നീ കടന്നു പോകുന്ന ഏകാന്തത, നീ കടന്നു പോകുന്ന താഴ്വര, നിന്റെ നിശബ്ദമായി ഒഴുകുന്നതായ കണ്ണുനീരുകള്, ഇതൊരിക്കലും നന്മയായിരിക്കത്തില്ല. പലപ്പോഴും അത് കയ്പാണ്. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, സ്തോത്രം, അവന്റെ ബിറ്റർ എക്സ്പീരിയൻസസ്, കയ്പേറിയ അനുഭവങ്ങളിലൂടെ ഇയ്യോബ് കടന്നു പോകുകയുണ്ടായി. സ്തോത്രം. നിന്ന നിങ്ങളുടെ ജീവിതത്തെ കയ്പിക്കുന്നു. ലൈഫിൽ നിന്ന അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം ഒരുപാട് പേര്. സ്തോത്രം. അതെ, 1 ശമൂവേൽ 1-ാം അധ്യായം 10-ാം വാക്യം തിരുവചനം പറയുന്നു, സ്തോത്രം, പെനീന ഹന്നയെ നിന്ദിച്ചു. പെനീന ഹന്നയെ നിന്ദിച്ചു. കഴിഞ്ഞ ഏതോ ഒരു സമയത്ത് ഞാനിവിടെ വന്നപ്പോ ഹന്നയെ കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. നിന്ദിച്ച പെനീന ചില വാക്യങ്ങളിൽ ഒതുങ്ങി. നിന്ദിച്ച പെനീന ചില വാക്യങ്ങൾ ഒതുങ്ങിയപ്പോ നിന്ന് കേട്ടതായ ഹന്നയുടെ മകൻ ശമൂവേൽ തലമുറകളെ ഇമ്പാക്ട് ചെയ്തുവെങ്കിൽ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുന്ന ഒരു സീസൺ ഇതാ വന്നെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരെ നിന്ദിക്കല്ല. മറ്റുള്ളവരെ നിന്ദിച്ചാൽ നീ ഒതുങ്ങിപ്പോകും. പക്ഷെ നിന്ന് കേട്ട്, സ്തോത്രം, തകർന്ന ഹൃദയത്തോടെ, നനഞ്ഞ കണ്ണോടെ പറയേണ്ടവരോട് പറഞ്ഞ് ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ നിന്ദിക്കുന്നവരുടെ നടുവിൽ ദൈവം നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, അത് നിങ്ങൾക്ക് കയ്പാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ധാരാളം ഈ ലോകത്തിലുള്ള ശബ്ദങ്ങളുണ്ടല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ, അതേ, TV, ന്യൂസ് പേപ്പർ, കൂടുതൽ മനുഷ്യ ശബ്ദങ്ങൾ. അത് നിങ്ങളെ ഇന്നല്ലെങ്കിൽ നാളെ, സ്തോത്രം, കയ്പുള്ളത് ആക്കി തീർക്കും. ലോകം നിങ്ങൾക്ക് നൽകുന്നത് മധുരമല്ല, ലോകം നിങ്ങൾക്ക് നൽകുന്നത് കയ്പാണ്. അതുകൊണ്ട് ഈ ഉപവാസ ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ലൈഫ് ലോങ് നമുക്കൊരു തീരുമാനിക്കണം. സ്തോത്രം. ലൈഫ് ലോങ് നമുക്ക് മനുഷ്യന്റെ റേഡിയോ ഓഫ് ചെയ്യാം, സ്വർഗത്തിന്റെ റേഡിയോ നമുക്ക് ഓൺ ചെയ്ത് ജീവിക്കാം. കേട്ടില്ല? ഒരിക്കൽ കൂടെ. മനുഷ്യന്റെ റേഡിയോ നമുക്ക് ഓഫ് ചെയ്യാം, സ്തോത്രം, സ്വർഗത്തിന്റെ റേഡിയോ ഓൺ ചെയ്ത് ജീവിക്കാം. മീനിങ്, മനുഷ്യന്റെ മുൻപിൽ കുറച്ച് നിൽക്കാം, ദൈവത്തിന്റെ മുൻപിൽ കൂടുതൽ നിൽക്കാം. മനുഷ്യരിൽ നിന്ന് കുറച്ച് കേൾക്കാം, ദൈവത്തിൽ നിന്ന് കൂടുതൽ കേൾക്കാം. കേട്ടവർ ആമേൻ പറഞ്ഞാടെ. പിന്മാറ്റം കയ്പെന്ന് വേദപുസ്തകം പറയുന്നു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, രൂത്ത് 1:20 വായിക്കുമ്പോൾ, 3 മരണം കണ്ടിട്ട് ഇതാ, സ്തോത്രം, സ്തോത്രം, ആ സ്ത്രീകൾ കടന്നു വരികയാണ്. രൂത്തുണ്ട്, സ്തോത്രം, പിന്നെ ആരുണ്ട്? രൂത്തിന്റെ അമ്മായിയമ്മയുടെ പേരെന്തുവാ? നവോമി വരികയാണ്. അപ്പൊ നവോമി വർഷങ്ങൾക്ക് ശേഷമാണ് ബേത്ലഹേമിലേക്ക് മടങ്ങി വരുന്നത്. നവോമി നോക്കി എല്ലാവരും പറഞ്ഞു, ദേണ്ടേ നവോമി വരുന്നേ എന്നിങ്ങനെ സ്തോത്രം പറയുമ്പോ നവോമി പറയുകയാണ്, ഡോണ്ട് കോൾ മീ നവോമി. എന്നെ നവോമി എന്നല്ല വിളിക്കേണ്ടത്, എന്നെ മാറ എന്നത്രേ വിളിക്കേണ്ടത്. ദൈവം പാർപ്പിക്കേണ്ട സ്ഥലത്ത് പാർക്കാതെ, ദൈവം ഉറപ്പിച്ച സ്ഥലത്ത് ഉറക്കാതെ മോവാബ്യ ദേശത്തിലേക്ക് പിന്മാറ്റത്തിലേക്ക് പോയപ്പോൾ, സ്തോത്രം, അവളുടെ ജീവിതം കയ്പുള്ളതായി തീർന്നു. ദൈവം വിളിച്ച വിളിയിൽ നിന്ന്, ദൈവമാക്കി വെച്ച സ്ഥാനത്ത് നിന്ന്, ദൈവമാക്കി വെച്ച ഉത്തരവാദിത്തത്തിൽ നിന്ന് റെബലിയസായി ഇറങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, സ്തോത്രം, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പറയട്ടെ, നീ കയ്പ് അനുഭവിക്കേണ്ടവനല്ല, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വന്നാട്ടെ. കാരണം, സ്തോത്രം, അത് പിന്മാറ്റം നിന്റെ ജീവിതത്തെ കയ്പിക്കുന്നു. സഭാപ്രസംഗി 7:26 ഒടുവിലായി എനിക്ക് പറയാനുള്ളത്. മരണം നിങ്ങളുടെ ജീവിതത്തെ കയ്പിക്കുന്നു. സഭാപ്രസംഗി 7:26 വായിക്കുമ്പോൾ, മരണം നിങ്ങളുടെ ജീവിതത്തെ കയ്പിക്കുന്നു. പാപം കയ്പിക്കുന്നതാണ്, രോഗം കയ്പിക്കുന്നതാണ്, ജീവിതത്തിന്റെ തിക്തമായ അനുഭവങ്ങൾ കയ്പിക്കുന്നതാണ്, സ്തോത്രം, നിന്ദകൾ കയ്പിക്കുന്നതാണ്, ലോകവും ലോക ശബ്ദവും നിങ്ങളെ കയ്പിലേക്ക് വലിച്ചിറക്കുന്നതാണ്, സ്തോത്രം, പിന്മാറ്റം നിങ്ങളെ കയ്പിക്കുന്നതാണ്. പിന്നെ ഒടുവിലായി
മരണവും കയ്പിക്കുന്നതാണ്. എന്നാൽ സഭ, രക്ഷിക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ, ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവർ, കോൺസിക്രേറ്റഡ് സെപ്പറേറ്റഡ് പീപ്പിൾ, ദൈവം വിശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നവർ, സ്തോത്രം, കയ്പ് കാടിയിൽ നിറഞ്ഞിരിക്കേണ്ടവർ അല്ല. സ്തോത്രം, പച്ചവെള്ള പാത്രമായി പുറത്ത് കിടക്കേണ്ടവരല്ല. ഒരിക്കൽ കൂടെ, കയ്പ് കാടി നിറഞ്ഞവരായി പുറത്തിരിക്കേണ്ടവരല്ല, പച്ചവെള്ള പാത്രമായി പുറത്തിരിക്കേണ്ടവരല്ല, പകരം വീഞ്ഞിനാൽ നിറയപ്പെട്ട് പുറം പാത്രമായിരിക്കാതെ അകംപാത്രമായി ദൈവത്തിന്റെ കൃപയാൽ മാനിക്കപ്പെടുന്ന ദിവസങ്ങളാണിത്. കാരണം ദൈവം നിങ്ങൾക്കായും ചലിക്കുന്നു, നിങ്ങളിലൂടെയും ദൈവം ചലിക്കുന്നു. Hallelujah. No more bitterness. നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന 10,000 ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് നേരെ സംസാരിക്കുന്ന ആയിരക്കണക്കിന് ജനമുണ്ടായിരിക്കാം. സ്തോത്രം. അതെ, എന്നാൽ അതേ സമയത്ത് തിന്മയായി നിൽക്കുന്ന ആ ജനത്തെ 1, 2, 3, 4, 5, 6 ആരൊക്കെ എനിക്കെതിരെ സംസാരിച്ചു, ആരൊക്കെ എനിക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി, ആരൊക്കെ എനിക്കെതിരെ വിരോധമുണ്ടാക്കി, ആരൊക്കെ എന്നെ പരിഹസിച്ചു, ആരൊക്കെ എന്നെ നോക്കി ചിരിച്ചു, ആരൊക്കെ എന്നെ കൈക്കൊണ്ടില്ല, ആരൊക്കെ എന്നെ അംഗീകരിച്ചില്ല, 4, 5, 6, 7, 8, 16, 28 എന്ന് എണ്ണാതെ വിളിച്ച ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ആ കയ്പുകൾ മാറി, സ്തോത്രം, നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളിലൂടെയും ദൈവം ചലിക്കുന്ന ദിവസങ്ങളാണിത്. വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. No more bitterness. ഇനി മേലാൽ കയ്പ് വേണ്ട. അടുത്തിരിക്കുന്ന ഒരാളെ നോക്കി പറ, ഇനി മേലാൽ കയ്പ് വേണ്ട. പെട്ടെന്ന് പറഞ്ഞേ, ഇനി മേലാൽ കയ്പ് വേണ്ട. ആരെങ്കിലും തൊട്ട് പറഞ്ഞെങ്കിൽ മേലാൽ നിങ്ങൾ വേണ്ട എന്നാണ് അവർ പറഞ്ഞതെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവരെ തന്നെ തൊട്ടെന്ന് പറഞ്ഞാട്ടെ, മേലാൽ കയ്പ് വേണ്ട. കേട്ടവർ ആമേൻ പറഞ്ഞേ. മേലാൽ കയ്പ് വേണ്ട, മേലാൽ കയ്പ് വേണ്ട. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ എല്ലാ ശത്രുതകൾ മരിക്കട്ടെ, അഗപ്പേ സ്നേഹം ഉയർക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ സഭയ്ക്കകത്തുള്ളതായ എല്ലാ വിരോധങ്ങളും, എല്ലാ കുതികാൽ വെട്ടുകളും, എല്ലാ ഗൂഢാലോചനകളും, എല്ലാ കുറ്റം പറച്ചിലുകളും, സ്തോത്രം, അതേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മരിച്ചിട്ട് പകരം ദൈവസ്നേഹം ഉയർക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നീ ഒരു മധുരത്തിന്റെ ഉറവയാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. നിന്റെ അധരത്തിൽ ഇരിക്കുന്നത് കയ്പല്ല, പകരം നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കേണ്ടത് മധുരം തന്നെയാണ്. നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും മധുരം വരേണ്ടതിന് വേണ്ടി ക്രൂശിൽ ഒരു സൊല്യൂഷൻ കർത്താവ് വെളിപ്പെടുത്തി. നിന്റെ സൊല്യൂഷൻ വരുന്നത് ബാങ്കിൽ നിന്നല്ല, നിന്റെ പരിഹാരം വരുന്നത് നിയമസഭയിൽ നിന്നല്ല, നിനക്ക് പരിഹാരം വരുന്നത് പാർലമെന്റിൽ നിന്നല്ല, നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല നിന്റെ പരിഹാരം, നിന്റെ പിള്ളേരുടെ കല്യാണമല്ല നിന്റെ പരിഹാരം, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യുന്ന വിസയല്ല നിന്റെ പരിഹാരം. സ്തോത്രം, നിന്റെ സകലത്തിന് പരിഹാരം 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ വന്നു കഴിഞ്ഞു. ക്രൂശാണ് പരിഹാരം. കേട്ടവർ ആമേൻ പറഞ്ഞേ. തേജസ്സിന്റെ സുവിശേഷം പറയുന്നു, ക്രൂശിലാണ് നിനക്ക് പരിഹാരം. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 6 മണിക്കൂർ നേരം ദൈവപുത്രനായ യേശു കർത്താവ് തൂങ്ങി നിന്നപ്പോൾ, അയ്യോ എനിക്ക് വേദനിക്കുന്നേ എന്ന സെൽഫിറ്റി അല്ല അവൻ പറഞ്ഞത്. അവൻ ദൈവഹിതത്തിലാണ് നിന്നത്. ദൈവഹിതം പലപ്പോഴും വേദനയായിരിക്കാം, ദൈവഹിതം പലപ്പോഴും ലോൺലിനെസ് ആയിരിക്കാം, ദൈവഹിതം പലപ്പോഴും വേദനയായിരിക്കാം, കണ്ണുനീരായിരിക്കാം. ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം അമേരിക്ക പോയി എന്നല്ല, എത്ര കോടികൾ സമ്പാദിച്ചു എന്നല്ല, എത്ര കോൺഫറൻസിന് പ്രസംഗിച്ചു എന്നല്ല, ഏതൊക്കെ രാജ്യത്ത് കറങ്ങി നടന്നു എന്നതല്ല. ഏറ്റവും വലിയ സക്സസ് എത്ര ദൈവവചനം നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ചു എന്നുള്ളതാണ്. ഞാനത് നാളെ വീണ്ടും പറയും. എത്രത്തോളം ദൈവവചനം നിന്റെ ജീവിതത്തിൽ നീ നിവർത്തിച്ചു, അതാണ് നിന്റെ ഏറ്റവും വലിയ സക്സസ്. യേശു കർത്താവ് നിന്നത് 100% ദൈവഹിതത്തിലായിരുന്നു. ആ ദൈവഹിതത്തിൽ നിന്നപ്പോ സ്വന്തം വേദന അവൻ മറന്നു. പാവം ഞാൻ എന്ന് പൂച്ച അടികൊള്ള മമ്മിയാ എന്ന് പറഞ്ഞ് യേശു അങ്ങനെ ചെയ്തില്ല. സ്വന്തം വേദനയെ അവൻ മറന്നിട്ട് അപ്പോഴും ആ വേദനയുടെ നടുവിൽ പിടഞ്ഞ് യേശു ചിന്തിച്ചു, ഇനി എന്തെങ്കിലും നിവർത്തിക്കാനുണ്ടോ, ഇനി എന്തെങ്കിലും നിവർത്തിക്കാനുണ്ടോ, ഇനി എന്തെങ്കിലും ഇതിൽ നിവർത്തിക്കാനുണ്ടോ. പെട്ടെന്ന് അവന് ഓർമ്മ വന്നു, ഒരു കാര്യം ഞാൻ നിവർത്തിച്ചില്ല, ഞാൻ കയ്പ് കാടി കുടിക്കുമെന്ന് ദാവീദ് എഴുതി വെച്ചിട്ടുണ്ട്. 69-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൽ, ഓ എന്റെ സ്തോത്രം, അതെ ദൈവത്തിന്റെ പ്രവാചകൻ പാടിയപ്പോ, ദാവീദ് പാടിയപ്പോ പറഞ്ഞു, he will taste the bitter gourd. അവൻ കയ്പ് കാടി കുടിക്കുമെന്ന് ദാവീദ് എഴുതി വെച്ചിരുന്നു. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ.
ഏറ്റവും വലിയ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ദൈവദാസന്മാരാരോ എന്നെ കേൾക്കുന്നു. ലൈഫിന്റെ ഏറ്റവും വലിയ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ആരോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. ഈ ദിവസവും നമുക്ക് ചിന്തിക്കാം, സ്തോത്രം, ഇനി എന്തൊക്കെയാണ് എനിക്ക് നിവർത്തിപ്പാനുള്ളത്? എങ്ങനെ ഈ ക്രൂശിൽ നിന്ന് പുറത്തു വരും എന്നല്ല യേശു ചിന്തിച്ചത്, എങ്ങനെ ഉയർക്കാം എന്നല്ല ആ സെക്കൻഡിൽ ചിന്തിച്ചത്. സ്തോത്രം, എന്താണ് എനിക്കിനി നിവർത്തിപ്പാനുള്ളത്? ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസങ്ങളിൽ സഭ ചിന്തിക്കട്ടെ, എത്ര പ്രസംഗത്തിന്റെ നോട്ട് കിട്ടും എന്നല്ല, ആരൊക്കെ തലേ കൈവച്ചു പ്രവചിക്കും എന്നല്ല, എന്തൊക്കെ ദൈവവചനമാണ് എനിക്ക് നിവർത്തിപ്പാനുള്ളത്. എന്തൊക്കെ എനിക്ക് നിവർത്തിപ്പാനുള്ളത്? സോ യേശു കർത്താവ്, സ്തോത്രം, ആദ്യം അവന് കൈപ്പുകാടി കൊടുത്തു. ബിക്കോസ് സംതിങ് ലൈക്ക് ആൻ അനസ്തീഷ്യ, മയക്കുന്നത് പോലെയാണ് അന്ന് സ്തോത്രം കൈപ്പുകാടി കൊടുക്കുന്നത്. കാരണം എന്റെ തിരുവനന്തപുരം മലയാളത്തിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത, നിന്റെ ബാംഗ്ലൂർ മെന്റാലിറ്റിക്ക് നിങ്ങൾക്ക് ചിന്തിച്ച് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത അതികഠിനമായ വേദനയാണ് ക്രൂശിലെ മരണം. സ്തോത്രം, എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് ചിന്തിച്ച് എത്തിപ്പിടിപ്പാൻ കഴിയാത്ത കഠിനമായ വേദനയാണ്, അതികഠിനമായ വേദനയാണ് ക്രൂശിലെ മരണം. ആ വേദന മറക്കാൻ ക്രൂശിൽ കയറുന്നതിന് മുൻപ് യേശുവിന് കൈപ്പുകാടി കൊടുത്തു. സ്തോത്രം, എന്തിനു വേണ്ടി? മയങ്ങി മരിക്കുവാൻ. ഇടതും വലതും കിടന്നതായ ശിഷ്യന്മാർക്ക് ആ മയക്കം ഉണ്ടായിരുന്നു, പക്ഷെ യേശുവിന് മയക്കമില്ല. ഉഴപ്പന്മാരെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, മയങ്ങി ഇരിക്കുന്ന ഉഴപ്പന്മാർക്ക് ഒരിക്കലും ഉണർവിന്റെ തീയെ ചുമക്കുവാൻ കഴിയത്തില്ല. യേശു മയങ്ങിയല്ല ക്രൂസിൽ കിടന്നത്. സ്തോത്രം, നല്ല സുബോധമുള്ളവനായിട്ടാണ് അവൻ സ്തോത്രം ക്രൂസിൽ കിടന്നത്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ നിന്റെ മയക്കത്തെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സകല വേദനയും നന്നായി അനുഭവിച്ച ശേഷം അവൻ പറഞ്ഞു, സ്തോത്രം, ഇനി എന്തെങ്കിലും നിവർത്തിപ്പാനുണ്ടോ എന്ന ചോദ്യത്തിന് മുന്നിൽ പറഞ്ഞു, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. യേശു കർത്താവിന് ആ കയ്പ് കാടി കൊടുത്തു. ആ കയ്പ് അവൻ കുടിച്ചു. ആ വേദനയുടെ നടുവിൽ തന്നെ, ഒരിക്കൽ കൂടെ സ്തോത്രം, വേദനയുടെ നടുവിൽ തന്നെ കയ്പ് അവൻ ഏറ്റെടുത്ത് കയ്പ് കുടിച്ച് അവൻ പറഞ്ഞു, ടെറ്റലസ്റ്റായി, സകലതും നിവർത്തിയായി. ദൂതിതാണ്, നീ കയ്പുള്ള ഹൃദയത്തോടെ, കയ്പിന്റെ വർത്തമാനത്തോടെ, കയ്പിന്റെ സ്തോത്രം അതേ ചിന്തയോടെ നീ നടക്കാതിരിപ്പാൻ, നിന്റെ ചിന്തയിൽ കയ്പ് വരാതിരിപ്പാൻ, നിന്റെ ഹൃദയത്തിൽ കയ്പ് വരാതിരിപ്പാൻ, നിന്റെ വാക്കിൽ കയ്പ് വരാതിരിപ്പാൻ. ഉണർവെല്ലാം പോയല്ലോ. ഒരിക്കൽ കൂടെ, നിന്റെ ഹൃദയത്തിൽ കയ്പില്ലാതിരിപ്പാൻ, നിന്റെ ചിന്തയിൽ കയ്പില്ലാതിരിക്കാൻ. ചിലരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ BP ഇങ്ങനെ കൂടുന്ന പോലെ തോന്നത്തില്ലേ? ചിലരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ രക്തം ചൂടാകുന്നത് പോലെ തോന്നത്തില്ലേ? എന്നാൽ യേശുവിന്റെ നാമത്തിൽ ആ ഭൂതങ്ങളെല്ലാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് രാത്രി മുങ്ങിപ്പോകട്ടെ. ഫ്രീഡം ഫ്രം ബിറ്റർനെസ്. ആ കയ്പുകൾ നിന്റെ ചിന്തയിൽ ഇല്ലാതിരിപ്പാൻ, നിന്റെ ഹൃദയത്തിൽ ഇല്ലാതിരിപ്പാൻ, നിന്റെ വാക്കിൽ ഇല്ലാതിരിപ്പാൻ. സ്തോത്രം, യേശു കയ്പ് ഏറ്റെടുത്തു. ദ ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ബിറ്റർനെസ്. സ്തോത്രം, അതെ, ഏതെങ്കിലും ക്ലാസ്സിൽ, ഏതെങ്കിലും സ്കൂളിൽ പിള്ളേരെ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ വിഷയങ്ങൾക്ക് A+ കിട്ടിയ സാറ് എൻ്റെ പിള്ളേരെ പഠിപ്പിച്ചാൽ മതി. എല്ലാ വിഷയങ്ങൾക്കും സാറിന്, കുട്ടിക്കല്ല, സാറിന് A+ കിട്ടിയ, സ്തോത്രം, സാറ് എൻ്റെ കുട്ടിയെ പഠിപ്പിച്ചാൽ മതി. പറ്റത്തില്ല. അങ്ങനെ ഒരു സാറ് ലോകത്ത് ഡിമാൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. രോഗം വരാത്ത ഡോക്ടർ എന്നെ ചികിത്സിച്ചാൽ മതി. രോഗം വരാത്ത ഡോക്ടർ എന്നെ പെർഫെക്റ്റ് ടീച്ചർ എന്നെ ചികിത്സിച്ചാൽ മതി. നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഭയങ്കര ഡിമാൻഡാണ്. ശത്രുക്കളില്ലാതെ ചെയ്യുന്ന ഒരു വേലയാണ് ദൈവവേല. എഴുതിയിട്ട് കാണാതെ പഠിക്കുക. ശത്രുക്കളില്ലാതെ ചെയ്യുന്ന വേലയാണ് ദൈവവേല. ശത്രുക്കളില്ലാതെ ചെയ്യുന്ന വേലയാണ് ദൈവവേല. സുരേഷ് ബാബു, അതിന് വാക്യമുണ്ടോ? ഉണ്ടല്ലോ. സ്തോത്രം, യൂദയ്ക്കും കിട്ടി കാല് കഴുകൽ. എൻ്റെ കാല് വാരുവ എന്ന് യേശുവിനെ നന്നായിട്ട് അറിയാം. എന്നിട്ടും അവൻ്റെ കാല് കഴുകി. എന്നിട്ട് കദശമനി അവൻ കടന്നു വന്നപ്പോ, എടാ ദുഷ്ട, എക്സെട്രാ 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 എന്നൊന്നും പറഞ്ഞില്ല. സ്നേഹിത, നീ വന്ന കാര്യം എന്ത്? എന്തൊരു ശാന്തത താങ്കളെ. ആ വെള്ളം തിളപ്പിക്കണമല്ലോ. ചിലരെ ഒരിക്കൽ കൂടെ സ്നാനപ്പെടുത്തണം, തിളപ്പിച്ച വെള്ളത്തിൽ സ്നാനപ്പെടുത്തണമെന്ന് തോന്നുന്നു. സ്തോത്രം, ശത്രുക്കൾ ഇല്ലാതെ ചെയ്യേണ്ട വേലയാണ് ദൈവവേല. ഇന്ന് രാത്രി എല്ലാ ശത്രുക്കളെ ദൈവസ്നേഹത്തിൽ കൊന്നു കളഞ്ഞിട്ട് പറ, കയ്പില്ലാത്തവനായി ഞാൻ ജീവിക്കും.
അവർ വേണമെന്ന് വെച്ച് നിനക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി, അവർ വേണമെന്ന് വെച്ച് നിന്നെ ഒതുക്കി, അവർ വേണമെന്ന് വെച്ച് നിങ്ങൾക്കെതിരെ ഭാരങ്ങളും പ്രതിസന്ധികളും കൊണ്ടുവന്നു. ഞാൻ ഞാനത് എഗ്രി ചെയ്തു. സ്തോത്രം, ഞാനത് സമ്മതിച്ചു. യെസ്, അവർ വേണമെന്ന് വെച്ചാണ് നിന്നെ കരയിപ്പിച്ചത്, നിന്നെ ചർച്ചിൽ ഒതുക്കിയത്, നിന്നെ വീട്ടിൽ പകച്ചത്, ബന്ധുക്കളുടെ നടുവിൽ നിന്നെ അവഹേളിച്ചത്, നിങ്ങൾക്ക് നേരെ തിരമാലകൾ ഒന്നിന് പിറകെ ഒന്നായി വരുന്നത് പോലെ അവർ വേണമെന്ന് വെച്ചിട്ടാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം തന്നത്. പക്ഷെ മുറിവുള്ളവൻ മുറിവേ കൊടുക്കത്തുള്ളൂ. പക്ഷെ നിന്നെ സംബന്ധിച്ച് നീ ദൈവത്തിന്റെ ചലനത്തിനായി വിളിച്ചത് കൊണ്ട് അനുഗ്രഹമുള്ളവൻ അനുഗ്രഹമേ കൊടുക്കത്തുള്ളൂ. സ്തോത്രം. എഴുതിയെടുത്ത് കാണാതെ പഠിക്ക്. 2024 അവസാന നാളുകളിൽ 25 തുറന്നുള്ള നാളുകളിൽ നീ ദൈവത്തിന്റെ സ്റ്റോർ ഹൗസ് ആണ്. ഒരിക്കൽ കൂടെ, നീ ദൈവത്തിന്റെ സ്റ്റോർ ഹൗസ് ആണ്, നീ ദൈവത്തിന്റെ ഖജനാവാണ്, നീ ദൈവത്തിന്റെ കലവറയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. അങ്ങ് എത്തിയില്ലല്ലോ, വലത് കരങ്ങളെ ഉയർത്തി പറഞ്ഞേ, ഞാൻ, ഒരിക്കൽ കൂടെ, ഞാൻ ദൈവത്തിന്റെ കലവറയാണ്. അതിനകത്ത് കയ്പില്ല, അതിനകത്ത് ചെലന്തിയില്ല, അതിനകത്ത് എലിയില്ല, പെരിച്ചാഴിയില്ല, അതിനകത്ത് കുതികാൽ വെട്ടില്ല, അതിനകത്ത് പെന്തിക്കോസ് പൊളിറ്റിക്സ് ഇല്ല. അതിനകത്ത് കർത്താവിന്റെ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും മാത്രമേ ഉള്ളൂ. നീയും ഞാനും ഒരുത്തിനെ കരയിപ്പിക്കത്തില്ല. നീയും ഞാനും ഒത്തിരി എണ്ണത്തിന് കണ്ണുനീരിനെ ഡെയിലി തുടച്ചിട്ടിരിക്കും. നമ്മൾ ആരും മുറിക്കത്തില്ല. ചലനം, 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 ദൈവിക ചലനം, ദൈവിക ചലനം, ദൈവിക ചലനം. ഹല്ലേലൂയ. ദൈവിക ചലനം. സ്തോത്രം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, അവർ വേണമെന്ന് വെച്ച് സ്തോത്രം നമ്മളെ വേദനിപ്പിക്കും. എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. നിങ്ങൾ പേഴ്സണലി നാളെ പകല് അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് എന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയോ അനുഭവങ്ങളുണ്ട്. നിങ്ങൾ കാണാത്ത തീ കണ്ട മനുഷ്യനാണ് ഞാൻ, നിങ്ങൾ കണ്ടിട്ടില്ലാത്ത വെള്ളം അതേ കണ്ടവനാണ് ഞാൻ. സ്തോത്രം. പുറത്തുള്ള ജാതിയിൽ നിന്നല്ല, പെന്തിക്കോസിന്ന്. പക്ഷേ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആദ്യം എനിക്കാണ് പറയേണ്ടത്. കാരണം ദൂത്, പ്രസംഗം എന്ന് പറയുന്നത് നാട്ടുകാർക്കുള്ളതല്ല. നാട്ടുകാരോട് പ്രസംഗം പറഞ്ഞ് കോടികൾ സമ്പാദിക്കുന്നതല്ല സുവിശേഷം. ഓ കമാൺ. നാട്ടുകാരെ നോക്കി പറയുന്നെങ്കിൽ ഡയലോഗാണ്. ഡയലോഗ് സഭ പണിയത്തില്ല, ഡയലോഗ് ജനത്തെ വിടിവിക്കത്തില്ല. എന്നാൽ ജീവിതം മീൻസ് ദൂത്. ആ ദൂതിൽ ആദ്യം നമുക്കൊന്ന് ജീവിക്കാം. സമയമുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയാം. കയ്പുമായി ജീവിച്ചാൽ കുട്ടി, നിന്റെ ലൈഫ് വേസ്റ്റ് ആയി പോയി. കയ്പുമായി ജീവിച്ചാൽ നിനക്ക് ജ്വലിപ്പാൻ കഴിയത്തില്ല, നീ അണഞ്ഞു പോകും. ഞാൻ ധാരാളം സീസണൽ പ്രീച്ചേഴ്സിനെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ചില സീസൺ കൊണ്ട് അവർ അവസാനിച്ചു. പക്ഷെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നീ സീസൺ അല്ല, നീ ജനറേഷണലാണ്. ഓ കമാൺ, നീ ജനറേഷനിലാണ്. ഹല്ലേലൂയ. നിന്റെയും എന്റെയും ശോപ്പെട്ട് പൊങ്ങുമ്പോ ഞാൻ ഉറങ്ങിയിരുന്ന ആരാണ്ട് ഇപ്പോഴാണ് കണ്ണു പറഞ്ഞത്. സ്തോത്രം. നോക്കിയേ, അതേ എന്ന ചരമഗീതമല്ല പാടുന്നത്. എന്റെ നിന്റെ ശോപ്പെട്ട് പൊങ്ങുമ്പോൾ അടുത്ത തലമുറ പാടട്ടെ, ജയിക്കുമേ സുവിശേഷ ലോകം, ജയിക്കുമേ എന്റെ ശക്തികൾ. അടുത്ത തലമുറയെ എഴുന്നേൽപ്പിച്ച് അടുത്ത തലമുറയ്ക്ക് മാർഗദർശിയായി അടുത്ത തലമുറയെ ഇമ്പാക്ട് ചെയ്തിട്ട് പോകുവാൻ സ്തോത്രം. അതേ ദൈവം നിന്നെ വലിയൊരു ചലനത്തിനായി വിളിച്ചിരിക്കുന്നു. വലിയ ചലനം. ആത്മാവിൽ ഒരു നിമിഷം കണ്ട ദൈവത്തിന് നന്ദി പറയോ കുട്ടി. വലിയ ചലനത്തിനായി, വലിയ ദൈവിക ചലനത്തിനായി. വലിയൊരു ദൈവിക ചലനത്തിനായി ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. ചലനങ്ങളുടെ പിതാക്കന്മാരാണ് എന്റെ മുൻപിലിരിക്കുന്ന സഹോദരന്മാർ. ദൈവിക ചലനങ്ങളുടെ മാതാക്കളാണ് എന്റെ വലതുവശത്തിരിക്കുന്ന സഹോദരിമാർ. ആ ഓൺലൈനിൽ കാണുന്നത് എത്ര പേരാണെങ്കിലും യേശുവിന്റെ നാമത്തിൽ, നിങ്ങൾ കാറിലായിരിക്കാം, വീട്ടിലായിരിക്കാം, ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത വലിയ ചലനത്തിനായി ദൈവം നിങ്ങൾ വിളിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ശത്രു പാകിസ്ഥാനിലല്ല, അഫ്ഗാനിസ്ഥാനിലല്ല, വേറെ ഏതെങ്കിലും സ്ഥലത്തല്ല, നമ്മുടെ അകത്താണ്. നോ മോർ ബിറ്റർനെസ്. ഇനിമേലാൽ കയ്പ് വേണ്ട,
നമ്മുടെ ദർശനം വലുതായിരിക്കാം, നമ്മുടെ വാഗ്ദത്തം വലുതായിരിക്കാം, നമ്മുടെ പ്രതീക്ഷകൾ വലുതായിരിക്കാം, നമുക്ക് വലിയ ചാൻസസ്, വലിയ ഓപ്പർച്യൂണിറ്റികൾ ഒക്കെ ദൈവം തന്നിരിക്കാം. പക്ഷേ കയ്പുണ്ടെങ്കിൽ നമ്മൾ പൊളിഞ്ഞു പോകും, കയ്പുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകും. ടൈറ്റാനിക് ഉൾപ്പെടെയുള്ള മുങ്ങിയ കപ്പലുകൾ മുഴുവൻ പറയും, പുറത്തുള്ള വെള്ളമല്ല എന്നെ മുക്കിയത്, എൻ്റെ അകത്ത് കയറിയ വെള്ളമാണ് എന്നെ മുക്കിയത്. നിന്റെ അകത്ത് എന്തിരിക്കുമോ അതാണ് തീരുമാനിക്കുന്നത്, നിന്നെ പൊക്കണമോ നിന്നെ താഴ്ത്തണമോ എന്ന്. കയ്പ് നിന്നെ തകർക്കുന്നതാണ്, കയ്പ് നിന്നെ മുക്കുന്നതെന്ന് തിരുവചനം പറയുന്നു. 2 എക്സാമ്പിൾ പറയാം. രണ്ടും സ്തോത്രം ദാവീദിന്റെ തലമുറയിൽ വെളിപ്പെട്ടതാണ്. സ്തോത്രം രണ്ടും 2 ശമൂവേൽ എന്ന ഒരു പുസ്തകത്തിൽ കാണുന്നതാണ്. 2 ശമൂവേൽ, എല്ലാവരും പറഞ്ഞാട്ടെ എന്തോ പുസ്തകം? 2 ശമൂവേൽ. പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിലാണ്. സ്തോത്രം അറിഞ്ഞുകൂടാത്തവരുടെ ശ്രദ്ധയ്ക്കായി പറയുന്നു. അതെ, സ്തോത്രം 2 ശമൂവേൽ 2 വ്യക്തികൾ കയ്പ് നിമിത്തം തകർന്നു പോയി, ബിറ്റർനെസ് നിമിത്തം 2 പേർ തകർന്നു പോയി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് വലിയ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഹാലൂസിനേഷനിലല്ല സഭ ജീവിക്കേണ്ടത്. സഭ ജീവിക്കേണ്ടത് റിയാലിറ്റിയിലാണ്. ദിവാസ്വപ്നങ്ങളിൽ ജീവിക്കേണ്ടതല്ല ദൈവസഭ. റിയാലിറ്റിയിൽ, യാഥാർത്ഥ്യത്തിൽ ജീവിക്കേണ്ടവരാണ് ദൈവത്തിന്റെ ജനം. സ്തോത്രം ഊഹാഭോഗങ്ങളിൽ ജീവിക്കാതെ, സ്തോത്രം ചിന്താഗതികളിൽ മാത്രം അതേ ജീവിക്കാതെ, പകരം സ്തോത്രം ദൈവകൃപയാൽ റിയലായി ആ കേട്ട വാഗ്ദത്തത്തിൽ എത്തുവാൻ, ആ വലിയ പകർച്ചയെത്തുവാൻ നമ്മുടെ അകത്ത് കയ്പ് വേണ്ട. ദാവീദിന്റെ തലമുറയിൽ കയ്പുള്ള 2 പേർ തകർക്കപ്പെട്ടു. നമ്പർ 1 അഹീത്തോഫേൽ. എത്ര പേർ കേട്ടിട്ടുണ്ട് അഹീത്തോഫേൽ? ഹീസ് നോട്ട് എ ബാഡ് മാൻ. അദ്ദേഹം ഒരു മോശം മനുഷ്യനല്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം സ്തോത്രം ദാവീദിന്റെ സ്തോത്രം രാജധാനിയിൽ ഒരു കൗൺസിലർ ആയിരുന്നു, ഒരു സ്തോത്രം ആലോചനക്കാരനായിരുന്നു. ദാവീദ് എന്ന് പറയുന്ന രാജാവ് ചലിക്കുന്നത് ഈ ആലോചനക്കാരന്റെ സ്തോത്രം ശബ്ദം നിമിത്തമാണ്. നമുക്കങ്ങനെ ആലോചനകൾ, കൗൺസിലേഴ്സ് ഉള്ളത് വലിയ അനുഗ്രഹമാണ്. കൗൺസിലേഴ്സ് ഉള്ള നമ്മളെ ആലോചന പറഞ്ഞ മക്കളെ അങ്ങനെയല്ല സുരേഷ്, നീ ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ള ആലോചന നമുക്കൊരു ബ്രേക്ക് പോലെയാണ്. ബ്രേക്ക് കാലിന്റെ കാറിലുള്ള ബ്രേക്ക് പോലെയാണ്. ബ്രേക്ക് നിങ്ങൾക്കൊരു ഇടർച്ചയല്ല, ബ്രേക്ക് നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഒരിക്കൽ കൂടെ, ബ്രേക്ക് നിങ്ങൾക്കൊരു ഇടർച്ചയല്ല, ബ്രേക്ക് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. ഞാൻ നല്ലൊരു ഡ്രൈവറാണ് കൃപയാൽ. എൻ്റെ 14ാമത്തെ വയസ്സ് മുതൽ ഞാൻ ഇതുവരെ വണ്ടി സ്തോത്രം അതെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഓടിക്കുന്നു. ഞാൻ പെന്റക്കോസ്റ്റൽ ഡ്രൈവറായി വണ്ടി സ്പീഡിൽ ഓടിക്കുന്നത് എനിക്ക് ആക്സിലേറ്റർ ഉള്ളത് കൊണ്ടല്ല, ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ്. ഞാൻ വണ്ടി വേഗതയിൽ ഓടിക്കുന്നത് സ്തോത്രം ബ്രേക്ക് ഉള്ളത് കൊണ്ടാണ് വണ്ടി വേഗതയിൽ ഓടിപ്പാൻ തക്കോണം കഴിക്കുന്നത്. ഇതുപോലെ തിരുവചനത്തിൽ സ്തോത്രം ആലോചനകൾ നൽകുന്ന വ്യക്തികളുണ്ട്. അബ്രഹാമിന് ഒരു മൽക്കിഷേദക്കുള്ളതുപോലെ, മോശയ്ക്കൊരു യിത്രോ ഉള്ളതുപോലെ, സ്തോത്രം ദാവീദിന്റെ രാജധാനിയിൽ അഹീത്തോഫേൽ ഒരു ആലോചനക്കാരനായിരുന്നു. ഏത് പുസ്തകം കൃത്യവും ശക്തവും വ്യക്തവുമായി പറയുന്നു, സ്തോത്രം അഹീത്തോഫേലിന്റെ ആലോചന ദൈവത്തിന്റെ ആലോചനയ്ക്ക് തത്തുല്യം ആയിരുന്നു അത്രേ. അഹീത്തോഫേലിന്റെ ആലോചന ആരുടെ ആലോചന? ദൈവത്തിന്റെ ആലോചനയ്ക്ക് തത്തുല്യമായിരുന്നു. സോ അതിനർത്ഥം അഹീത്തോഫേൽ വാതുറക്കുമ്പോ വാനാറ്റമല്ല പുറത്തു വരുന്നത്, ദൈവാലോചനയാണ് പുറത്തു വരുന്നത്. പ്രവചനാത്മാവിൽ നിറയപ്പെട്ട ദൈവസഭ കേൾക്കട്ടെ, നീ വാതുറക്കുമ്പോ ബാംഗ്ലൂരിൽ ഏതോ നാറ്റ കേസുകളല്ല പുറത്തു വരേണ്ടത്, ദൈവത്തിന്റെ ആലോചന പുറത്തു വരട്ടെ. ഇല്ലെങ്കിൽ നിന്റെ വായി അടഞ്ഞിരിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അഹീത്തോഫേൽ ഭയങ്കര ബുദ്ധിമാനായ മനുഷ്യനായിരിക്കണമല്ലോ, അതുകൊണ്ടല്ലേ ആലോചനക്കാരനായി നിൽക്കുന്നത്. അമേസിംഗ് ആയ മനുഷ്യൻ. ചിലരെ കണ്ടിട്ടില്ലേ, നമുക്ക് തലയിൽ മാത്രമേ തലച്ചോറുള്ളൂ, പക്ഷെ ചില ആൾക്കാർ തല മുതൽ പാദം വരെയും തലച്ചോറായി ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നിയിട്ടില്ലേ? ഓ കമാൻ, ഹല്ലേലൂയ. എന്ന പോലെ വലിയ ബുദ്ധിമാനാണ് അഹീത്തോഫേൽ. ആ കൊട്ടാരത്തിന്റെ പരിസരത്തിലൂടെ ഇങ്ങനെ ഒന്ന് നോക്കി നടന്നാൽ മതി, എന്തൊക്കെ നടക്കുന്നെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ കോർട്ട് റൂമിൽ അല്ലെങ്കിൽ രാജധാനിയിൽ നിൽക്കുമ്പോൾ തനിക്ക് അറിയാം എന്തൊക്കെയാണ് നടക്കുന്നത്. ഒരു ദിവസം, ഒരു സമാധാന കാലമല്ല, ഒരു യുദ്ധകാലം. സൈന്യമിതാ സ്തോത്രം യുദ്ധത്തിലായിരിക്കുന്നു. രാജാവിതാ ഉച്ചയ്ക്ക് ശേഷം പുള്ളിക്കൊരു മയക്കമുണ്ട്. സ്തോത്രം പകൽ ഉറങ്ങുന്നത് പാപം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരിക്കൽ കൂടെ പറയാം, സ്തോത്രം അതെ, ഈ ഉഴപ്പന്മാർക്ക് ഉണർവിന്റെ തീയെ ചുമക്കാൻ കഴിയത്തില്ല. ഒത്തിരി പേർ അടുക്കളയിൽ കുക്ക് ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നു. ഒത്തിരി പേർ കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് സ്തോത്രം ജീവിതം കളയുന്നു. നോക്ക്, ഇതുപോലെ അന്ന് ഉച്ചയ്ക്ക് ശേഷം ദാവീദ് ഉച്ചയ്ക്ക് ശേഷം ആ കിടക്കയിൽ കിടന്ന് അവൻ എഴുന്നേറ്റ് ആ കോട്ടുവായി കേട്ട് ആ മട്ടിപ്പാവിലൂടെ അവനിങ്ങനെ നടന്നപ്പോ സ്തോത്രം അക്കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കിയ സമയത്ത് വേറൊരുത്തന്റെ ബാത്റൂം കണ്ടു.
ഈ ദാനിയേലിന്റെ കിളിവാതിൽ തുറന്നിരിക്കുമ്പോൾ അത് യെരൂശലേമിന് നേരെ തുറന്നിരുന്നു. പക്ഷെ ദാവീദിന്റെ കൊട്ടാരത്തിന്റെ കിളിവാതിൽ തുറന്നപ്പോൾ കാണാൻ പാടില്ലാത്തതാണ് കണ്ടത്. കാരണം യേശുവിന്റെ നാമത്തിൽ കാണാൻ പാടില്ലാത്ത എല്ലാ വിൻഡോസും, എല്ലാ ഫോണും, എല്ലാ ലാപ്ടോപ്പും ഇന്ന് രാത്രി ക്ലോസ് ചെയ്യപ്പെടട്ടെ. ഇന്നത്തേക്ക് മാത്രമല്ല, ഉപവാസത്തിന് മാത്രമല്ല, എന്നേക്കുമായി ക്ലോസ് ചെയ്യപ്പെടട്ടെ. നല്ലൊരു ആമേൻ കേൾക്കട്ടെ. സ്തോത്രം. സോ ആ പെണ്ണിനെ കണ്ട്, ബത്ശേബയെ കണ്ട് ഇവൻ ഫാസിനേറ്റഡ് ആയി. സ്തോത്രം. നിങ്ങൾക്ക് ആ സൺഡേ സ്കൂൾ സ്റ്റോറി അറിയാം. വിളിച്ചു ചോദിച്ചു, ഇപ്പോ കുളിച്ചിട്ട് പോയ ആ കുട്ടി ആരാണ്? സ്തോത്രം. ആളയച്ചു, അവളെ വിളിച്ചു. അപ്പൊ ഇതെല്ലാം സ്തോത്രം. അതെ, ആര് കാണുന്നുണ്ട്? അഹീത്തോഫേൽ കാണുന്നുണ്ട്. അപ്പൊ അതുവരെയും ഇസ്രായേലിന്റെ മധുര ഗായകൻ, ഒരിക്കൽ കൂടെ ഇസ്രായേലിന്റെ മധുര ഗായകനാകുന്ന ദാവീദിന്റെ അധരത്തിൽ സങ്കീർത്തനവും സ്തുതിയും ആത്മീയ ഗീതങ്ങളുമാണ് ഇങ്ങനെ സ്തോത്രം അതെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. Amazing grace, blessed assurance, what a friend. സോ ഇങ്ങനെയുള്ള നല്ല ഹിംസ പാടിക്കൊണ്ടിരുന്നവൻ സ്തോത്രം ഏതൊരു റൊമാൻറ്റിക് പാട്ട് പോലെ അവന്റെ രാഗം തെറ്റിയത് ആര് കേട്ടു? അഹീത്തോഫേൽ കേട്ട് കാണും. അപ്പൊ അഹീത്തോഫേൽ നോക്കി, ഈശ്വരാ, നമ്മുടെ രാജാവിന് എന്തോ പറ്റിയല്ലോ, നമ്മുടെ രാജാവിന് എന്തോ, അവന്റെ അധരത്തിൽ സ്തുതിയുടെ പാട്ടിന് പകരം ഏതോ ഒരു ലവ് സോങ് പുള്ളി ഇങ്ങനെ പാടുന്ന അഹീത്തോഫേലിന് മനസ്സിലായി എന്താ പുള്ളിക്ക് ഇങ്ങനെ പറ്റിയത്, എന്താ ഇങ്ങനെ പുള്ളിക്ക് പറ്റിയത്. എനിക്ക് ഈ മനുഷ്യൻ ഭയങ്കര പേടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും പറഞ്ഞങ്ങ് നിർത്തുന്നത്. റിയലി പേടി, ഞാൻ വളരെ പേടിച്ചാണ് നിൽക്കുന്നത്. റിയലി ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. റിയലി സ്തോത്രം. ഞാൻ വന്ന നോർത്ത് ഇന്ത്യയിലാണ്. നോർത്ത് ഇന്ത്യയിലെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ചിരിപ്പിച്ചൊക്കെ കളിപ്പിച്ചൊക്കെയാണ് നമ്മൾ ഈ ദൂത് അങ്ങനെ അകത്ത് കയറ്റുന്നത്. സോ ഇത് ഇന്ന് രാത്രി അതെല്ലാം ആ ശൗലിൻ്റെ പടച്ചട്ടയെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. സോ നോക്ക് സ്തോത്രം. പുള്ളി വേറൊരു രാഗത്തിലും വേറൊരു താളത്തിലും ഈ ദാവീദ് ഇങ്ങനെ പാടുന്ന കേട്ടോ. അഹീത്തോഫേൽ ഇതേത് പിച്ചിലാ, ഇതേത് ലിറിക്സാ പുള്ളി പാടുന്നേ. പെട്ടെന്ന് സ്തോത്രം ഒരു പെണ്ണ് ആ പിൻവാതിലൂടെ അകത്ത് കയറി. സ്തോത്രം. ഒരു 45 മിനിറ്റ്സോ 1 അവറോ ഐ ഡോണ്ട് നോ. കുറച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങിപ്പോയി. ഉടനെ ഈ അഹീത്തോഫേൽ നോക്കി കാണും, ഇത് ആരാ വന്നു പോയെ. അപ്പോഴാണ് മനസ്സിലായത് സ്തോത്രം അത് ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയാ. അഹീത്തോഫേലും ബത്ശേബയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെങ്കിലേ, അഹീത്തോഫേലും ബത്ശേബയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ ബത്ശേബയുടെ വലിയപ്പച്ചനാണ് അഹീത്തോഫേല്. ബത്ശേബയുടെ വലിയപ്പച്ചനാണ് അഹീത്തോഫേൽ. കൊച്ചുമോള് വന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ. സാധാരണ അവൾ കൊട്ടാരത്തിൻ്റെ പരിസരത്തിൽ വരുമ്പോൾ അപ്പച്ചനെ കാണാൻ വരുന്നതാണ്. പക്ഷെ അന്ന് അവൾ ഒളിച്ചു പോയി. മാത്രമല്ല, ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് യുദ്ധക്കളത്തിൽ നിന്ന് ദാവീദിൻ്റെ സ്തോത്രം പട്ടാളത്തിൻ്റെ ജനറൽമാരിൽ ഒരുവനായ പ്രധാന ഹൈ റാങ്ക് ഓഫീസറായ ഊരിയാവ് പെട്ടെന്ന് ഒരു ലീവ് കൊടുത്ത് അവന് ഇതാ സ്തോത്രം വന്നിരിക്കുന്നു. അപ്പോൾ അഹീത്തോഫേൽ ചോദിച്ചാണ്, മോനെ നീ ലീവ് ഇങ്ങടുത്ത് വന്നു അല്ലേ? ഇല്ല അപ്പച്ച, എനിക്ക് ലീവ് തന്നതാ. ലീവ് തന്നു. അയ്യോ, ഇത് ആവശ്യത്തിന്റെ സമയമല്ലോ, ഇത് സൈന്യത്തെ സംബന്ധിച്ച് അത്യാവശ്യത്തിന്റെ സമയമാണല്ലോ. സ്തോത്രം. നീ അവിടെ ആ യുദ്ധത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സമയമാണല്ലോ. സ്തോത്രം. അങ്ങനെ ഊരിയാവ് വീട്ടിൽ വന്നു. നിങ്ങൾക്കറിയാം, അവൻ വീട്ടിൽ പോയില്ല. അവൻ വീട് മറന്ന്, ഭാര്യ മറന്ന്, യൗവനക്കാരത്തിയായ സൗന്ദര്യമുള്ള തൻ്റെ ഭാര്യ മറന്ന് സ്തോത്രം അവൻ കൊട്ടാരത്തിൻ്റെ വരാന്തയിൽ കിടന്നു. അങ്ങനെയുള്ള ആരൊക്കെയോ ഇവിടെയുണ്ട്. സ്വന്തം വീടിനേക്കാൾ സഭയെ സ്നേഹിച്ച് ആരൊക്കെയോ എന്നെ കേൾക്കുന്നു. ഓ ഖമാ, നിങ്ങൾ ആരും ആമയും പറഞ്ഞില്ലെങ്കിലും അനുഭവിക്കുന്ന മനുഷ്യർ അറിയുന്നില്ലെങ്കിലും കാണുന്ന ഒരു ദൈവമുണ്ട്. അതിന് വലിയ പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സോ പലർക്കും പറയും, അതായത് അങ്ങനെ അവൻ വീട്ടിൽ പോകാതെ കൊട്ടാരത്തിൽ കിടന്നുറങ്ങി. പക്ഷേ ചില ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അഹീത്തോഫേൽ നോക്കുമ്പോൾ ഈ ഊരിയാവിനെ വിളിച്ച് അടുത്ത് നിർത്തി ദാവീദ് ലെറ്റർ പാഡിൽ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ അവനൊരു കത്തെഴുതി കൊടുക്കുകയാണ്. ദാവീദ്, നിനക്ക് ഒത്തിരി സ്റ്റെനോഗ്രാഫേഴ്സ് ഉണ്ടല്ലോ, നിനക്ക് ഒത്തിരി സെക്രട്ടറിമാരുണ്ടല്ലോ. സാധാരണ നീ പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവർ എഴുതും. പക്ഷേ നിന്റെ സ്തോത്രം ഒരു വല്ലാത്ത ഹാൻഡ് റൈറ്റിങ്ങിൽ നീ തന്നെ എഴുതി കൊടുത്തെങ്കിൽ ഇത് വേറെ ആരും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നീ എഴുതി കൊടുത്തത്. നിങ്ങൾക്കറിയാം, സ്വന്തം ഡെത്ത് വാറണ്ട് ചുമന്നുകൊണ്ട് ഊരിയാവ് ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് പോയി. യേശുവിൻ നാമത്തിൽ സ്വന്തം ഡെത്ത് വാറണ്ട് ചുമന്നുകൊണ്ട്
ഊരിയാവ് ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് പോയി. ഇന്നും സ്തോത്രം സഭകളിൽ ഒത്തിരി പേര് ഇതുപോലെ പല വാറണ്ടുകൾ എഴുതി പലരെ ഒതുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ചർച്ച് ഒരു അക്കൽ ദാമ ആയി തരം താണിരിക്കുന്നു. മറ്റുള്ളവരുടെ രക്തം, മറ്റുള്ളവന്റെ കണ്ണുനീർ, മറ്റുള്ളവരുടെ നെടുവീർപ്പ് കൊണ്ട് അക്കൽ ദാമയായി ചർച്ചിന്റെ സ്തോത്രം മണ്ണ് കുതിർന്നിരിക്കുന്നു. ഞാൻ സംസാരിക്കുന്ന മലയാളം ദൈവസഭയെ കുറിച്ചാണ്. പടവലങ്ങ ഷേപ്പിലുള്ളതായ ഈ മണ്ണുണ്ടല്ലോ, ഭയങ്കര വളക്കൂറുള്ള മണ്ണാകേണ്ടതായിരുന്നു. ഇതൊരു മിഷണറി മണ്ണാകേണ്ടതാ. പക്ഷെ മറ്റുള്ളവനെ ഒതുക്കണം, മറ്റുള്ളവനെ തകർക്കണം, മറ്റുള്ളവനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ് സഭയുടെ മണ്ണ് പലപ്പോഴും അക്കൽ ദാമിയുടെ മണ്ണായി. സ്തോത്രം ദൂത് തുടരട്ടെ. അങ്ങനെ ആ ഊരിയാവ് കൊല്ലപ്പെട്ടു. ആഴ്ചകൾ ചിലത് കഴിഞ്ഞപ്പോൾ സ്തോത്രം ബർശേബയെ ദാവീദ് കൊട്ടാരത്തിലേക്ക് വിളിച്ച് തന്റെ ഭാര്യയായി സ്വീകരിച്ചു. സ്തോത്രം ദാവീദ് വിചാരിച്ചത് ആരും കണ്ടില്ല. പൂച്ച വളർത്തിയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പൂച്ച വളർത്തിയിട്ടുള്ളവർ, പൂച്ച ഒന്നും പറയത്തില്ല. പൂച്ച റിയലി അങ്കിളും പൂച്ച വളർത്തിയിട്ടുണ്ടോ? പട്ടി വളർത്തിയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. പട്ടിയുണ്ട്. റിയലി വെൽക്കം ടു ദ ക്ലബ്. എനിക്ക് പൂച്ച ഇഷ്ടമല്ല, പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇപ്പൊ പട്ടിയെ വളർത്താൻ നേരമില്ല, പൂച്ചയും വളർത്താൻ നേരമില്ല. ഞാൻ വന്നത് ഗുജറാത്തിൽ നിന്ന്, അടുത്ത ആഴ്ച പോകുന്നതും ഗുജറാത്തില്. ഇടയ്ക്ക് റാന്നിയിലും പ്രസംഗിക്കണം. പിന്നെ എവിടെയാ പട്ടി, പൂച്ച, കുതിര, ഒന്നിനും നേരമില്ല. സ്തോത്രം. നോക്കിയേ, സോ ഈ പൂച്ചയെ വളർത്തിയവർക്കറിയാം, പൂച്ച പാല് കുടിക്കുമ്പോ എല്ലാവരെയും നോക്കി സമ്മതമൊക്കെ ചോദിച്ചിട്ടല്ല പൂച്ച പാല് കുടിക്കുന്നത്. സ്തോത്രം. ഞാൻ പാല് കുടിക്കാൻ പോകുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും തടസ്സമുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം, അല്ലെങ്കിൽ ഇനിമേൽ ഒരാൾ പറയാതിരിക്കണം എന്നൊന്ന് പൂച്ച ചോദിക്കാറില്ല. ഹല്ലേലൂയ. സോ പൂച്ച പെട്ടത് കണ്ണടച്ചാണ്, ആരും കാണുന്നില്ല, ലോകത്തിൽ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞാണ് പൂച്ച പാല് കുടിക്കുന്നത്. ഇതുപോലെ ദാവീദ് വിചാരിച്ചത് ആരും കണ്ടില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ പറയട്ടെ, കാണേണ്ടവർ കാണുന്നുണ്ട്, നിന്റെ ചുറ്റിക്കളി മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുണ്ട്. കാണേണ്ടവർ കാണുന്നുണ്ട്, ചുറ്റിക്കളി മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുണ്ട്. കേട്ടവരെല്ലാം ആരോഗ്യത്തോടെ നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തെക്കുറിച്ചായിരിക്കും ബ്രദർ പറഞ്ഞത്. നോ, ദൈവം മാത്രമല്ല, ദൈവം പണ്ടേ കാണുന്നുണ്ട്. സ്തോത്രം. നിന്റെ ചുറ്റും നിന്നെക്കാൾ ബുദ്ധിയുള്ള ചർച്ചിൽ നിന്നെക്കാൾ ബുദ്ധിയുള്ളവർ, സൊസൈറ്റിയിൽ നിന്നെക്കാൾ ബുദ്ധിയുള്ളവർ, കാണേണ്ടവർ കാണുന്നുണ്ട്, മനസ്സിലാക്കേണ്ടവർ നിന്റെ തനി നിറം മനസ്സിലാക്കുകയും ചെയ്യുന്നു. ദാവീദേ, നീ എത്ര സങ്കീർത്തനം എഴുതിയാലും, എത്ര തുള്ളിയാലും, എത്ര പാടിയാലും നിന്റെ ചുറ്റിക്കളി മുഴുവൻ അഹീത്തോഫേൽ മനസ്സിലാക്കുന്നുണ്ട്. കൊച്ചുമോളുടെ കുടുംബജീവിതം തകർത്തത് കൊണ്ട് സ്തോത്രം, ഈ അപ്പച്ചന്റെ ഉള്ളിൽ എന്റെ കൊച്ചുമോളുടെ ജീവിതം നീ തകർത്തു. എന്റെ നിഷ്കളങ്കനായ ആ ചെറുക്കൻ ഊരിയാവിനെ നീ കൊന്നു അല്ലേടാ എന്ന് പറഞ്ഞ അവന്റെ അകത്ത് ബിറ്റർനെസ് കയറി. കയ്പിന് അപ്പച്ചൻ ഇടം കൊടുത്തു. നീ വലിയ അഹീത്തോഫേലായിരിക്കാം, ഇതാണ് എന്റെ ദൂത്. നീ വലിയ ഒറാക്കളായിരിക്കാം, ദൈവത്തിന്റെ ആലോചന പാത്രമായിരിക്കാം. പക്ഷേ സ്തോത്രം മനസ്സിലാക്കണമേ. എന്റെ ഇന്ന് വൈകിട്ട് ഞാൻ ഇതാ പറഞ്ഞത്, ബാംഗ്ലൂരിൽ നിന്ന് ഇന്ത്യൻ ചർച്ചിന് ഒത്തിരി അഹീത്തോഫേൽമാർ ഈ ദൈവസഭയിൽ നിന്ന് എഴുന്നേൽക്കണം. പക്ഷേ അതിന് തടസ്സമായി നിൽക്കുന്നത് ബിറ്റർനെസ് ആണ്. ആ ബിറ്റർനെസ് ദാവീദിനെതിരെ അവൻ ബിറ്റർനെസ് ഓപ്പറേറ്റ് ചെയ്ത്, സ്തോത്രം, ബിറ്റർനെസ് ഓപ്പറേറ്റ് ചെയ്ത് അതിന് പറ്റിയ ഒരു കൂട്ടും കൂടെ കിട്ടി. ഈ ബിറ്റർനെസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുണ്ടല്ലോ, പറ്റിയ ഒരു കൂട്ടും കൂടെ അവന് കിട്ടും. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ ചലിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നാം മുന്നേറുമ്പോൾ, അതിന് പറ്റിയ ആൾക്കാരെയും ദൈവം നീയുമായി കണക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാനും കൊണ്ടുപോകலாம். ഒരിക്കൽ കൂടെ, നിങ്ങൾക്ക് ആവശ്യമുള്ളതായ റൈറ്റ് കണക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നു. ബർന്നബാസിന്റെ നേരത്തെ ദൈവം ബർന്നബാസിനെ തന്നെ നിന്നെ പൊക്കും. ശീലാസിന്റെ നേരത്തെ ദൈവം നിനക്ക് ശീലാസിനെയും നൽകി തരും. സ്തോത്രം. കണക്ഷൻ വരുന്നത് ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പിൽ നിന്നല്ല, പരിശുദ്ധാത്മാവിൽ നിന്നാണ് കണക്ഷൻ കടന്നു വരുന്നത്. ഞാൻ പ്രവചിച്ചു പറയാം, നിന്റെ ലൈഫ് മാറുവാൻ, നിന്റെ ഭാവി മാറുവാൻ ഏതോ റൈറ്റ് കണക്ഷൻ കർത്താവ് ഈ ദിവസങ്ങൾ നൽകുവാൻ വേണ്ടി പോകുന്നു. ദൈവം ദൈവം ചലിക്കുന്ന ഈ മണിക്കൂറുകളിൽ എല്ലാ റോങ് കണക്ഷൻ അകന്നു നിൽക്കട്ടെ, റൈറ്റ് കണക്ഷൻ ദൈവകൃപയാൽ ചേർന്ന് വരട്ടെ. എല്ലാ റോങ് കണക്ഷൻ അകന്നു നിൽക്കട്ടെ, റൈറ്റ് കണക്ഷൻ ചേർന്ന് വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വാസപ്രാർത്ഥനയുടെ വലിയ മറുപടി അതായിരിക്കും. റൈറ്റ് കണക്ഷൻസ് വ്യക്തികൾക്കായി, തലമുറകൾക്കായി, ശുശ്രൂഷകൾക്കായി റൈറ്റ് കണക്ഷന്റെ ചാനലുകളും ദൈവകൃപയാൽ തുറന്നു വരുവാൻ വേണ്ടി പോകുന്നു.
അഹീത്തോഫേലിന് ഉണ്ടായത് ഒരു റൈറ്റ് കണക്ഷൻ അല്ല, ഒരു റോങ് കണക്ഷൻ ആണ്. അങ്ങനെ ദൈവസഭയിൽ നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഈ നുണയന്മാരുമായി കൂട്ടുപിടിക്കും, പൊളിറ്റീഷ്യനുമായി കൂട്ടുപിടിക്കും, അപവാദം പറയുന്ന ചേച്ചിമാർ, അങ്ങനെയുള്ള ചേച്ചിമാരുമായി കൂട്ടുപിടിക്കും. സ്തോത്രം. ഒരേ തൂവൽ പക്ഷികൾക്ക് ആ കോമ്പൗണ്ടിന്റെ ആ ഭാഗത്ത് മാറി നിന്ന് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. ഒരേ തൂവൽ പക്ഷികൾക്ക് ഒരുമിച്ച് പറക്കുവാൻ കഴിയത്തുള്ളൂ. അഹീത്തോഫേലിന് ദാവീദിനെതിരെ ആയപ്പോൾ സ്തോത്രം, ദാവീദ് ചെയ്ത അപരാധം കൊണ്ട് തന്റെ തലമുറയിലേക്ക് സ്തോത്രം അതേ 4 മടങ്ങ് പ്രശ്നം കയറി വന്നതായി വേദപുസ്തകം പറയുന്നു. ദാവീദ് 4 മടങ്ങ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അതിലൊന്നായിരുന്നു സ്തോത്രം അതിലൊന്നായിരുന്നു അബ്ശലോം. ദാവീദിന് പല ഭാര്യമാരുണ്ടായിരുന്നല്ലോ. അബ്ശലോം ഒരു ഭാര്യയിലുണ്ടായ ഒരു മോനാണ്. അതേ ഭാര്യയിൽ തന്നെ ദാവീദിന് ഒരു മോളുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു താമാർ. സ്തോത്രം. എന്നാൽ ദാവീദിന് വേറൊരു ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയിൽ ഉണ്ടായിരുന്ന മോനായിരുന്നു അമ്നോൻ. ആക്ച്വലി ഈ താമറിനെ കണ്ടാൽ സഹോദരി, സിസ്റ്റർ എന്നാണ് പറയേണ്ടത്. സിസ്റ്റർ എന്നാണ് പറയേണ്ടത്. പക്ഷേ അവളെ കണ്ടപ്പോൾ ഫാസിനേറ്റഡ് ആയി. അവളെ കണ്ട് അവന്റെ ആവേശം മൂത്തു. സ്തോത്രം. നിങ്ങൾക്കറിയാം, അവൻ തന്ത്രം ഒപ്പിച്ച് അമ്നോൻ അവളെ റേപ്പ് ചെയ്തു, അവളെ ബലാത്കാരം ചെയ്തു. സ്തോത്രം. വിവസ്ത്രയായി, തകർന്നവളായി, ഉടഞ്ഞവളായി. സ്തോത്രം. അവളിതാ തൻ്റെ സഹോദരനായ സ്തോത്രം അബ്ശലോമിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. കാരണം സ്തോത്രം, അമ്നോന് ഓപ്പറേറ്റ് ചെയ്ത ലവിലല്ല, ലസ്റ്റിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. സ്നേഹത്തിലല്ല ഓപ്പറേറ്റ് ചെയ്തത്, മോഹത്തിലാണ് ഓപ്പറേറ്റ് ചെയ്തത്. സ്തോത്രം. അവളെ ശരീരത്തെ മാത്രം മതി, അവളെ വേണ്ട. ഇന്നും അങ്ങനെയുള്ളവർ സഭയിൽ കാണുവാൻ തൊക്കെ കഴിയും. നിന്റെ താലന്ത് മതി, നിന്നെ വേണ്ട. നിന്റെ ശുശ്രൂഷ മതി, നിന്നെ വേണ്ട. സ്തോത്രം. എത്രയോ കൺവെൻഷൻ പ്ലാറ്റ്ഫോംസ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സുരേഷ് ബാബുവിനെ ഇഷ്ടമല്ല, പക്ഷേ പുള്ളിയെ വിളിച്ചാലേ ആള് കൂടത്തുള്ളൂ. സ്തോത്രം. സുരേഷ് ബാബുവിനെ ഇഷ്ടമല്ല, പുള്ളി വന്നാലേ ആള് വരത്തുള്ളൂ എന്ന് പറയുന്ന അതേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല അച്ചാച്ചന്മാരെ എനിക്കറിയാം. അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ലസ്റ്റാണ്, ലവ് അല്ല. നിന്നെ ഇഷ്ടമില്ലാതെ നിന്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടുന്നവർ നിന്റെ സ്നേഹിതരല്ല, നിന്റെ ശത്രുക്കളാണ്. ഓൺലൈൻ കേൾക്കുന്നതായ റവറണ്ടന്മാർ കേൾക്കട്ടെ. സ്തോത്രം. അതെ, നിന്നെ ഇഷ്ടമില്ലാതെ നിന്റെ ശുശ്രൂഷയെ സ്നേഹിക്കുന്നവർ നിന്റെ മിത്രങ്ങളല്ല, നിന്റെ ശത്രുക്കളാണ്. അവിടെ വെളിപ്പെടുന്നത് സ്തോത്രം ഒരു അമ്നോൻ ആത്മാവാണ്. അമ്നോൻ അവളുമായി ശയിച്ച് അവളെ സ്തോത്രം എത്രത്തോളം സ്നേഹിച്ചു അത്രത്തോളം വെറുത്തു. അവളിതാ കരഞ്ഞു വിളിച്ച് അബ്ശലോമിന്റെ അടുക്കലേക്ക് വന്നു. അബ്ശലോം പറഞ്ഞു, സാരമില്ല സഹോദരി, പപ്പ നോക്കിക്കൊള്ളും, ദാവീദ് നോക്കിക്കൊള്ളും, പപ്പ നോക്കിക്കൊള്ളും. പപ്പ നോക്കിയില്ല. കാരണം പപ്പ ആൾറെഡി വലിയ പ്രശ്നത്തിൽ കിടക്കുക. പോയി. പപ്പ ആൾറെഡി വലിയ പ്രോബ്ലത്തിൽ കിടക്കുക. ഞാൻ ഒരു ദൂത് പറയാം. കെട്ടുള്ള കൈക്ക് വേറൊരാളുടെ കെട്ടിനെ അഴിപ്പാൻ കഴിയത്തില്ല. ഓ കമാൺ, ഹല്ലേലൂയ. കെട്ടുള്ള കൈക്ക് കെട്ടുള്ളവന് വേറൊരുത്തന്നെ വെടിപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ആദ്യം നിന്റെ കെട്ടഴിയണം. ഓൾറെഡി ബെർശേബയുടെ പ്രശ്നത്തിൽ ഒരു വല്ലാത്ത ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴഞ്ഞു കിടക്കുന്നതായ ദാവീദ് താമാറിന്റെ പ്രശ്നത്തിൽ ഒന്നും ചെയ്തില്ല. താമാറിന്റെ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാതെ കിടന്നപ്പോ അബ്ശലോമിന്റെ ഹൃദയത്തിൽ കയ്പ് വർദ്ധിച്ചു. ഓൾറെഡി അഹിത്തോഫേൽ കയ്പിലാണ്, ഇപ്പോൾ അബ്ശലോമും കയ്പിലാണ്. സ്തോത്രം. അതെ, അഹിത്തോഫേൽ കലിപ്പിലാണ്, അബ്ശലോമും കലിപ്പിലാണ്. നമ്മുടെ ദൂത് ഇതാണ്, ബാറ്റിൽ അഗൈൻസ്റ്റ് ദ ബിറ്റർനെസ്. സോ കയ്പും കൂടെ ഒരുമിച്ചങ്ങ് ചേർന്നു. സ്തോത്രം. ആരൊക്കെ? അബ്ശലോമും അഹീത്തോഫേലും. സ്തോത്രം. കൈപ്പുള്ളവനുമായി ഒരുമിച്ചടുത്തു. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയട്ടെ, റൈറ്റ് സ്പിരിറ്റ്, സ്തോത്രം, റൈറ്റ് പീപ്പിളിനെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത് പോലെ റോങ് സ്പിരിറ്റ് റോങ് പീപ്പിളിനെ നിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരും. സുൽപാസ്റ്റേ, ഇന്ന് ഈ ദൂത് ധ്യാനിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ കർത്താവിനെ പഠിപ്പിച്ചത് ഇതാണ്. സ്തോത്രം. എല്ലാ റോങ് അസോസിയേഷനെ ഈ ഒറ്റ സെഷനിൽ കർത്താവ് പൊളിക്കുകയാണ്.
ഹല്ലേലൂയ. ദൈവമക്കൾക്കെതിരെ നുണ പറയുന്ന, ഒരിക്കൽ കൂടെ, ദൈവമക്കൾക്കെതിരെ നുണ പറയുന്ന, ദൈവമക്കൾക്കെതിരെ പ്രശ്നമുണ്ടാക്കുന്ന, മറ്റുള്ളവരെ അകറ്റുന്ന, നല്ല കാര്യങ്ങളെ ചെയ്യുന്നവരെ നല്ലതെന്ന് കാണാൻ അനുവദിക്കാതെ സ്തോത്രം തിന്മ പറയുന്ന, തിന്മയുടെ സകല ബാബേൽ കൂട്ടുകെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ പൊളിഞ്ഞു പോകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയോടെ ഒരു അരിപ്പ വെച്ച് ചായ ഇടുമ്പോ അരിപ്പ വെച്ച് എന്തോ മട്ടാണോ, നിങ്ങൾ എന്തോ പറയുന്നേ, ബാംഗ്ലൂർ എന്തോ പറയാ, മട്ടാണോ? മട്ടൻ അല്ല ഞാൻ പറയുന്നേ, കമോൺ. തേയിലയുടെ മറ്റേ പൊടി, അതിന്റെ എസൻസ് എല്ലാം വന്നതിന് ശേഷം എന്നെ അരിച്ചെടുത്ത് മാറ്റുന്നതുപോലെ ആവശ്യമില്ലാത്ത സകലതിന് കർത്താവ് ശുശ്രൂഷ മണ്ഡലത്തിൽ നിന്ന് ശുദ്ധീകരണം. Right families, right people, right people in Jesus' name. എല്ലാ കോൺസ്പിറൻസി ഉടയട്ടെ, എല്ലാ ഗൂഢാലോചനകൾ പൊളിയട്ടെ. ജനമാമേൻ പറ മക്കളെ, നിനക്കെതിരെയുള്ള അഭിഷിക്തന്മാരെ ദണ്ഡിപ്പിക്കുന്ന, നല്ല വ്യക്തികളെ തിന്മയെന്ന് പറയുന്ന, കയ്പിനെ അല്ല മധുരത്തെ കയ്പാക്കുന്ന, കറുപ്പിനെ വെളുപ്പെന്ന് പറയുന്ന, രാത്രിയെ പകലെന്ന് പറയുന്ന, നന്മയെ നന്മയെന്ന് കാണാതെ തിന്മയെന്ന് പറയുന്ന സകല പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അതിനെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. അഹീത്തോഫേൽ അബ്ശലോമിനോട് ദാവീദിനെതിരെ ഒരു ആലോചന പറഞ്ഞു. സ്തോത്രം. അഹീത്തോഫേൽ അബ്ശലോമിനോട് ദാവീദിന് നേരെ ആലോചന പറഞ്ഞു. ഹേ ലൂസിഫറിന്റെ സ്തോത്രം നാവായി നിൽക്കുന്നവരെ, ഇനി ഫലിക്കത്തില്ല. ഈ ദൂത് വന്നു കഴിഞ്ഞോ, ഇനി ഫലിക്കത്തില്ല. റോങ് ഇൻഫർമേഷൻ ഇനി നടക്കത്തില്ല. സ്തോത്രം. നുണയും പരിപാടിയും ഇനി നടക്കത്തില്ല. കേട്ടവൻ മാത്രം നല്ല ആമേൻ പറഞ്ഞാട്ടെ. ആലോചന ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോ, ആലോചന അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ, അയ്യോ ഞാൻ പറഞ്ഞത് അവരെ അംഗീകരിക്കാം, സോറി, ആലോചന അവർ അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോ യോൻ പോയി സൂയിസൈഡ് ചെയ്തു. യോൻ പോയി കെട്ടി ഞാഞ്ഞ് ചത്തു. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവരെന്നെ അംഗീകരിച്ചില്ല, എൻ്റെ പാട്ട് അവർ അംഗീകരിച്ചില്ല, എൻ്റെ പ്രവചനം അവർ അംഗീകരിച്ചില്ല, എൻ്റെ എൻ്റെ വെളിപ്പാട് അവരെ അംഗീകരിച്ചില്ല എന്ന് പറഞ്ഞ സ്തോത്രം. അംഗീകരിക്കാതിരിക്കുന്നെങ്കിൽ നീ ഇന്ന് രാത്രി ഇരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലല്ല, ദൈവസഭയിലാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ മനുഷ്യർ നിന്നെ അംഗീകരിക്കുന്നു, സഭയിൽ ദൈവം നിന്നെ അംഗീകരിക്കുന്നു. ദൈവമാണ് നിന്നെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, ദൈവമാണ് നിന്നെ ഉയർത്തേണ്ടത്. ദൈവസഭയിൽ എലവേറ്റർ ഇല്ല, ദൈവസഭയിൽ ലിഫ്റ്റ് ഇല്ല. നിന്നെ ഉയർത്തുന്നത് എലവേറ്ററുകളല്ല, ലിഫ്റ്റ് അല്ല, പാസ്റ്റർ അല്ല, പാസ്റ്റർ മോനല്ല, കൊച്ചുമോനല്ല. നിന്നെ ഉയർത്തുന്നത് സ്തോത്രം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈക്കീഴിലെത്താനിരിക്കെ. ഹല്ലേലൂയ. അവരെന്നെ അംഗീകരിച്ചില്ല. സ്തോത്രം. നീ ജീവിക്കേണ്ടതുപോലെ ജീവിക്കാതെയും, നീ ശുശ്രൂഷിക്കേണ്ടതുപോലെ ശുശ്രൂഷിക്ക്, നീ ജീവിക്കേണ്ടതുപോലെ ജീവിക്ക്. നിനക്ക് ഉയർച്ച അപ്പോ വരുന്നത് പടിഞ്ഞാറ് നിന്നല്ല, തെക്ക് നിന്നല്ല, വടക്ക് കിഴക്ക് നിന്നല്ല. ദൈവമാണ് നിന്നെ ഉയർത്തുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. bitter man, a man of bitterness, അഹീത്തോഫേൽ അവൻ പോയി തൂങ്ങിച്ചത്തു. man of bitterness, കയ്പുള്ളവൻ അവൻ നശിക്കുമെന്ന് തിരുവചനം അഹീത്തോഫേലിന്റെ എക്സാമ്പിളിലൂടെ പറയുന്നു. നമ്പർ 2, സ്വന്തം അപ്പനെ എതിരെയുള്ള സ്തോത്രം കയ്പുമായി ജീവിച്ചവനായിരുന്നു. ആര്? സ്തോത്രം അബ്ശലോം. ഈ ദൂതിൽ കർത്താവിന്റെ ആത്മാവിനെ പറവാനുള്ളത്, ഈ തലമുറകളെ കുടുംബങ്ങളിൽ ചിത്രിപ്പിക്കുന്ന ഒരു വല്ലാത്ത ഭൂതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അതിനെ കർത്താവ് ക്യാൻസൽ ചെയ്യുകയാണ്. എല്ലാ അബ്ശലോം സ്പിരിറ്റിനെ, ഒരിക്കൽ കൂടെ, എല്ലാ അബ്ശലോം സ്പിരിറ്റിനെ നിന്റെ വീടിന്റെ പെർമിസിൽ നിന്ന്, നിന്റെ കുടുംബത്തിന്റെ പരിധിയിൽ നിന്ന്, അതിന്റെ ബ്രാഞ്ച് അല്ല, അതിന്റെ അവസാനത്തെ വേരോട് ഇന്ന് രാത്രി കർത്താവ് ഓപ്പറേറ്റ് ചെയ്ത് പുറത്ത് കളയുകയാണ്. ഹല്ലേലൂയ. ജനറേഷൻ വലിയൊരു ചലനം കർത്താവ് നൽകാൻ വേണ്ടി പോകുന്നു. ഇസഹാക്ക് കണ്ണുപൊട്ടവനാണ്, സമ്മതിച്ചു. ഇസഹാക്ക് കണ്ണുപൊട്ടവനാണ്. പക്ഷെ അവൻ കൈവച്ച്, കർത്താവേ നീ എവനെ അനുഗ്രഹിക്കുന്ന ഏതവനെ പറഞ്ഞോ അവനെ സ്വർഗം പറഞ്ഞു. ആമേൻ.
യെസ്. അപ്പൻ ഏതവനെ നോക്കി യവൻ കൊള്ളാമെന്ന് പറയുമോ, സ്വർഗം അതിന് ആമേൻ പറയുമെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി, ഓ കം ഓൺ, വാട്ട് ആൻ അനോയിന്റിംഗ്, വാട്ട് ആൻ അനോയിന്റിംഗ്, വാട്ട് എ ബ്ലെസ്ഡ് ടൈം. ലാഖോബോ ഹോ ശാന്തലരബാഹ ശാന്തലരിയാന്തേ. അപ്പനിൽ നഗതവൻ ഓൺ ദ വേ കരിവേലകത്തിൽ തൂങ്ങി. സ്തോത്രം. കൈപ്പുള്ളവനെ നിനക്കുള്ള വാണിംഗ് ഇതാണ്. ഒന്നുകിൽ നീ സ്വയം തൂങ്ങും, ഇല്ലെങ്കിൽ നീ വല്ലതിലും തൂങ്ങും. കയ്പ് നിന്റെ അകത്ത് കിടന്നാൽ ഒന്നുകിൽ നീ സ്വയം തൂങ്ങും, അഹിത്തോഫേലിനെ പോലെ നീ സ്വയം തൂങ്ങും, ഇല്ലെങ്കിൽ വല്ലതിലും നീ തൂങ്ങും. എന്നാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ ആത്മാവിനാൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുക പറയുന്നു. ഇവർ സ്റ്റാഗ്നന്റ് ആകത്തില്ല, ഇവർ മൂവ്മെന്റിൽ മുന്നേറും. ഇവർ സ്റ്റാഗ്നന്റ് ആകത്തില്ല. വ്യക്തിയായി, കുടുംബമായി, സഭയായി ഇവർ സ്റ്റാഗ്നന്റ് ആകത്തില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആത്മമണ്ഡലത്തിൽ every spirit of bitterness and unforgiveness, എല്ലാ കയ്പിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ചു പറയുന്നു. prepare them supernaturally for a great move of God. ദൈവത്തിന്റെ വലിയ 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 ഒരു ചലനത്തിന് വേണ്ടി ദൈവത്തിന്റെ കൃപയാൽ ഈ ജനത്തെ കർത്താവ് ഒരുക്കട്ടെ. കരങ്ങളിൽ അടിച്ച 2 മിനിറ്റ് അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു. അതുകൊണ്ട് മേലാൽ കയ്പ് പറയല്ലേ. അയ്യോ, അവനെതിരെ പറഞ്ഞു, അയാൾ എന്നെ ഒതുക്കി, മറ്റവരെ എനിക്ക് വാതിൽ അടച്ചു, അവരെനിക്ക് അവസരം തന്നില്ല, മറ്റവൻ എനിക്കെതിരെ അപവാദം പറഞ്ഞു, മറ്റുള്ളവൻ എനിക്ക് നേരെ പ്രശ്നം ഉണ്ടാക്കി, മറ്റുള്ളവർക്ക് എനിക്കെതിരെ കഥ എഴുതി, മറ്റുള്ള മഞ്ഞപത്രം. നോ, കം ഓൺ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ പറയട്ടെ, സ്തോത്രം. വേറൊരുത്തൻ പറയുന്നത് അനുസരിച്ചല്ല, വേറൊരുത്തൻ എഴുതുന്നത് അനുസരിച്ചല്ല, വേറൊരുത്തൻ വിചാരിക്കുന്നത് പോലെയല്ല നിന്റെ ജീവിതമായിരിക്കുന്നത്. ഓ കം ഓൺ, ഹല്ലേലൂയ. നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. നാളെ ഞാൻ വീണ്ടും പറയും, അത് നിന്നെ തടയാൻ ആർക്കും കഴിയത്തില്ല. നീ ദൈവത്തിന്റെ ചലനത്തിലാണ് കുട്ടി. നീ ഇവിടെ വന്ന് കേറിയതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഇവിടെ കണക്ട് ആയതല്ല, അവൻ നിന്നെ കണക്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ മക്കളെ, കയ്പില്ലയോ? ഉണ്ട് മക്കളെ, കയ്പുണ്ട്. ഒരു 120 വയസ്സ് വരെ ഒരു പുരുഷൻ ജീവിച്ചിരുന്നാൽ അവൻ അനുഭവിക്കേണ്ട മുഴുവൻ കയ്പ് അനുഭവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് വളരെ കൃത്യമായി, പ്രസംഗമല്ല, അനുഭവമായി ദൈവകൃപയാൽ പറയട്ടെ. ഞാൻ പറയുന്നത് ചർച്ചിന് പുറത്തുനിന്ന് മാത്രമല്ല, ചർച്ചിനകത്തുനിന്ന് അനുഭവിച്ചവനാണ് ഞാൻ. സ്തോത്രം. അതുകൊണ്ട് വളരെ കൃത്യമായി പറയട്ടെ, കയ്പുണ്ട്. പക്ഷെ വല്ലവനും എറിയുന്ന കയ്പ് നിന്റെ അകത്ത് നീ സൂക്ഷിച്ചു വയ്ക്കല്ല. നീ വല്ലവന്റെയും കലവറയല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കലവറയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, വല്ലവരുടെ ബാഗേജ് ചുമക്കല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, വല്ലവന്റെ ബാഗേജ് ചുമക്കല്ലേ. വല്ലവന്റെ ബാഗേജ് ചുമക്കല്ലേ. ലെസ് ലഗേജ് മോർ കംഫർട്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്, ലെസ് ലഗേജ്. ഓ, മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മറന്നും പോയി. സ്തോത്രം. അതെ, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഭാരം കുറയ്ക്ക്, യാത്ര സുഗമമാകും. എല്ലാ ആവശ്യമില്ലാത്ത കയ്പിന്റെ ഭാരങ്ങൾ ഇറങ്ങിപ്പോയി യേശുവിന്റെ നാമത്തില്. അപ്പൊ കയ്പുണ്ടോ? കയ്പുണ്ട്. അപ്പൊ എന്തിനാ ഈ കയ്പ് ജീവിതത്തിൽ ദൈവം അനുവദിച്ചത്? എന്തിനാ കുടുംബത്തിന് ഈ കയ്പ് അനുവദിച്ചത്? അസുഖമുള്ള കുട്ടി, അതാണ് നിന്റെ കയ്പ്. മദ്യപിക്കുന്നതായ ഭർത്താവ്, അതാണ് നിന്റെ കയ്പ്. തകർന്ന കുടുംബജീവിതം, അതായിരിക്കാം നിന്റെ കയ്പ്. അല്ലെങ്കിൽ സ്തോത്രം, ഉടഞ്ഞ ഫിനാൻഷ്യൽ കണ്ടീഷൻ, അതായിരിക്കാം നിന്റെ കയ്പ്. പക്ഷേ ഇതെല്ലാം ദൈവം നിന്റെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തിനാണെന്നറിയോ? നീ ഒരു മിനുസമുള്ള കല്ലാകാനാ.
ഓ കമാൺ, അവൻ നിന്നെ ട്രെയിൻ ചെയ്യ, അവൻ നിന്നെ ട്രെയിൻ ചെയ്യ. ഈ ഭയങ്കര ചലനത്തിന് വേണ്ടി ദൈവം നിന്നെ ട്രെയിൻ ചെയ്യ, ദൈവം നിന്നെ ട്രെയിൻ ചെയ്യ, ദൈവം നിന്നെ ട്രെയിൻ ചെയ്യ. നിന്റെ ട്രെയിനിങ് അപ്പുറത്തെ SABCയിലല്ല, ഏതോ സെമിനാരിയിലല്ല നിന്റെ ട്രെയിനിങ്. നിന്റെ ജീവിതത്തിന്റെ ഓരോ ഏടിലും മേടിലും, അറിഞ്ഞും അറിയാതെയും, രാത്രിയും പകലും, രഹസ്യത്തിലും പരസ്യത്തിലും സ്വർഗത്തിലെ ദൈവം നിന്നെ ട്രെയിൻ ചെയ്തിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മല്ലാനെ വീഴ്ത്തിയ കല്ലുണ്ടല്ലോ, മല്ലാനെ വീഴ്ത്തിയ കല്ലിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുക. സ്തോത്രം. ബാക്കി 4 എല്ലാവരും മറന്നു. മല്ലനെ വീഴ്ത്തിയ കല്ലിന്റെ ഫോട്ടോ എടുത്ത് എല്ലാവരും ഫേസ്ബുക്കിൽ ഇട്ട് ആഘോഷിക്കുക. ഇന്നായിരുന്നെങ്കിൽ മല്ലനെ വീഴ്ത്തിയ കല്ലുണ്ടായിരുന്നെങ്കിൽ യൂട്യൂബിൽ സ്തോത്രം അതിനെ ആരൊക്കെ ഇന്റർവ്യൂ ആയിരുന്നു, എക്സെട്ര. പക്ഷെ ആ കല്ലിന് പറവാനുള്ളത് തൻ്റെ ഗ്ലോറി അല്ല, തൻ്റെ സ്റ്റോറിയാണ്. അത് വേറൊരു പ്രസംഗമാണ്, പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. കല്ലിന് പറവാനുള്ളത് തൻ്റെ ജയമല്ല പറവാനുള്ളത്, തന്നെ ഈ വിക്ടറി സ്റ്റാൻഡിൽ കയറ്റി നിർത്താൻ ദൈവം ട്രെയിൻ ചെയ്തതാണ് അവന് പറവാനുള്ളത്. കേട്ടോ, നിന്റെ ചെറുപ്രായത്തിലെ നിന്റെ ഓർമ്മ വെച്ച നാൾ തുടങ്ങി കയ്പിൽ നീ ജീവിക്കുക. ഓർമ്മ വെച്ച നാൾ തുടങ്ങി, എല്ലാവരും അല്ല, ചിലര് കയ്പിൽ നീ ജീവിക്കുകയാണ്. നിന്റെ ശൈശവം എന്ന് ഓർത്തെ, 4ാം ക്ലാസ് 3ാം ക്ലാസ് നിന്റെ സ്തോത്രം, അതെ, പ്രൈമറി കഴിഞ്ഞിട്ട് പിന്നെ അപ്പർ പ്രൈമറി, UP, സ്തോത്രം, അപ്പർ പ്രൈമറി. നീ കയ്പിൽ ജനിച്ച് കയ്പിൽ വളർന്ന്, കയ്പിൽ ജനിച്ച് കയ്പിൽ വളർന്ന്, സ്തോത്രം, ഒരു കയ്പ് കാടിയായി, സിസ്റ്റർ ബിറ്ററായി, സിസ്റ്റർ ബ്രദറായി നീ ജീവിക്കുകയാണ്. ഈ ഇൻട്രഡക്ഷനോടെ നമുക്ക് ഇന്നത്തെ പ്രസംഗം ആരംഭിക്കാം. സ്തോത്രം. ഒരു മരുഭൂമിയിൽ, ശൂർ മരുഭൂമിയിൽ ഒരു മരമുണ്ടായിരുന്നു. ആ മരം ഇങ്ങനെ, സ്തോത്രം, അവിടെ ഇങ്ങനെ പ്ലാന്റ് ചെയ്തതാ. ഞാൻ വിചാരിച്ചത് വളർന്നതെന്നാ. നോ, ദൈവം നട്ടതാ, ദൈവം നട്ടതാ. അടുത്തിരിക്കുന്നവർ നോക്കി പറ, എൻ്റെ കാര്യമാണ് പറയുന്നത്. ദൈവം തന്നെ നട്ടതാ. 2018 വെള്ളപ്പൊക്കത്തിൽ നീ വന്നു കയറിയതല്ല. ഒരു ഭയങ്കര പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ നട്ടതാണ്. സ്ഥലം മരുഭൂമിയാണ്. മരുഭൂമിയുടെ പ്രത്യേകത എക്സ്ട്രീം കോൾഡാണ് രാത്രി, പകല് എക്സ്ട്രീം ഹോട്ടാണ്. സ്തോത്രം. സുഗമമല്ല. ഒറ്റയ്ക്ക് ആ മരുഭൂമിയിൽ ആ പ്ലാന്റ് വളരുകയാണ്. സ്തോത്രം. ബൈബിളിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഒറ്റയ്ക്ക് വന്ന എല്ലാവരും അതികായകരായിരുന്നു. ഓ കമാൻ, ഹല്ലേലൂയ. ഫേസ്ബുക്കിൽ എനിക്ക് 55,000 ഫ്രണ്ട് ഉണ്ട്. ഞാനാ പറയുന്നത്. സ്തോത്രം. അതെ, സ്തോത്രം. ഒറ്റയ്ക്ക് ഞാനല്ല അവരെ കൈകാര്യം ചെയ്യുന്നത്, എൻ്റെ മീഡിയ ടീമാണ് കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾക്കറിയാം. സ്തോത്രം. അതെ, ഒറ്റയ്ക്ക് വളർന്നവർ. ഈ മരം ഒറ്റയ്ക്ക് മരുഭൂമിയിൽ വളരുകയാണ്. എന്നെ വളർന്ന് ചുറ്റും ഇങ്ങനെ കണ്ടപ്പോഴേക്കും മരുഭൂമിയാണ്, ഡ്രൈ ലാൻഡാണ്, ഉണങ്ങിയ സ്ഥലമാണ്, ഡ്രൈ ലാൻഡാണ്. സ്തോത്രം. അങ്ങനെ അല്പം തലയെടുത്ത് അതിങ്ങനെ വളർന്നു വന്ന് നോക്കിയപ്പോൾ വേണ്ട വലിയൊരു ജലാശയം അപ്പുറത്ത് കിടപ്പുണ്ട്. വലിയൊരു ജലാശയം. അയ്യോ, എന്തൊരു സന്തോഷമായിരുന്നു. സ്തോത്രം. സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ. കാരണം ഇനി ഭയങ്കര അല്ലേ മരുഭൂമിയെ ഞാനങ്ങ് മറന്ന് ആടി തിമിർത്ത് കൊഴുത്ത് തടിച്ച് ഞാൻ വളരാൻ പോവല്ലയോ. കാരണം സ്തോത്രം, അപ്പുറത്ത് കുറച്ച് വെള്ളമുണ്ട്. ആവശ്യത്തോടെ കൊമ്പ് മാത്രമല്ല, കൊമ്പ് വളരണമെങ്കിൽ ആദ്യം വേര് വളർന്നിരിക്കുന്നു. ഓ കമാൺ, ആരോടാ ഞാൻ പറയുന്നത്? എൻ്റെ നോട്ടിലില്ലാത്തത് പറയട്ടെ. നിന്റെ പുറമേ അല്ല വളർച്ച, യഥാർത്ഥ വളർച്ച വിസിബിൾ റിലത്തിൽ, പ്ലാറ്റ്ഫോമിലല്ല നിന്റെ വളർച്ച. സ്തോത്രം. യഥാർത്ഥ വളർച്ച ഇൻവിസിബിൾ ആണ് നിന്റെ വളർച്ച. സ്തോത്രം. മണ്ണിനടിയിലൂടെ ആ വേര് നീട്ടി വച്ച് പെട്ടെന്ന് സ്തോത്രം ആ വെള്ളത്തിനരികിലേക്ക് മരം അങ്ങ് വളർന്ന് ഇപ്പം കിട്ടും, ഇപ്പം കുടിക്കാം, ഇപ്പം കുടിക്കാം, ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും, ഇപ്പം കുടിക്കാം, ഇപ്പം കുടിക്കാം, ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് സ്തോത്രം ആ വെള്ളത്തിൽ ചെന്ന് വേരങ്ങ് ഇറങ്ങി വെള്ളത്തെ 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 ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഫുൾ ഓഫ് ബിറ്റർ. ചിലതിനെ ദൂരെ നിർത്തിക്കൊള്ളണം, കൈ ഉയർത്തണ്ട. ചിലതിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ല. സ്തോത്രം. ഫുൾ ഓഫ് ബിറ്റർ. സ്തോത്രം. വേരിറങ്ങിപ്പോയാച്ചാ അതിൽ എൻജാങ്കിളായിപ്പോയി, അതിലങ്ങ് ഉടക്കിപ്പോയി. ഇനി പറിച്ചിട്ട് ഓടാൻ പറ്റത്തില്ല. കാരണം നിന്നെ അവനവിടെ
നിന്നെ അവനെ പറ ആൻറ്റി നട്ടതാണ്. കമോൺ, അത് പറയാൻ എന്താ ഇത്ര ധൈര്യമില്ലമ്മ. ദൈവം നിന്നെ അല്പോടെ വിറ്റാമിനോടെ പറഞ്ഞേ, ദൈവം നിന്നെ നട്ടതാണ്. പറിച്ചിട്ടോടാൻ വകുപ്പില്ല. വിട്ടുപോയാൽ നീ പട്ടുപോകും. അതുകൊണ്ട് അവിടെ നിന്നേ പറ്റത്തുള്ളൂ. പക്ഷെ ആ കയ്പ് അനുഭവിച്ച് എല്ലാ ദിവസങ്ങളും കയ്പ്, എല്ലാ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് കയ്പ്, എല്ലാ ഞായറാഴ്ചയും കയ്പ്, ജോലിയിൽ കയ്പ്, ജീവിതത്തിൻ്റെ കയ്പേറിയ അനുഭവത്തിൽ വേര് മുഴുവൻ അങ്ങ് കയ്പായി, മെയിൻ സ്റ്റമ്പിൽ മുഴുവൻ കയ്പായി, ബ്രാഞ്ചസിൽ കയ്പായി, കുഞ്ഞു ചില്ലകളിൽ കയ്പായി, ഇലകളിലും കയ്പായി. അവസാനം മരം പറയും, സ്തോത്രം, ഞാൻ കയ്പിൻ്റെ മരമായി. എൻ്റെ തല മുതൽ പാദം വരെ കയ്പനുഭവിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം നിന്നെ ഒരുക്കുകയാണ്. ദൈവം തന്നെ ഒരുക്കുകയാണ്. ദൈവം തന്നെ ഒരുക്കുകയാണ്. ഇന്ത്യൻ ചർച്ചിൽ വലിയൊരു ചലനത്തിന് വേണ്ടി ദൈവം തന്നെ ഒരുക്കുകയാണ്. ഇന്ത്യൻ ചർച്ചിൽ വലിയൊരു ചലനത്തിന് വേണ്ടി ദൈവം തന്നെ ഒരുക്കുകയാണ്. നിന്റെ കയ്പ് നിന്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല, നിന്റെ കയ്പ് നിന്റെ ഭർത്താവിന് അറിയത്തില്ല, അടുത്ത ഫ്രണ്ട്സിന് അറിയത്തില്ല. സ്തോത്രം, നീ ബിറ്റർനെസ്സിൽ ജീവിക്കുകയാണ്. പക്ഷേ ആ മരം ചോദിച്ചു കാണാം, എന്തിന് കർത്താവേ എന്നെ ഈ കയ്പിൽ നീ ഇട്ടിരിക്കുന്നു? ദൂതിതാണ്. 9 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തും. സ്തോത്രം, ദൂതിതാണ്. സ്തോത്രം, മരമേ പിറുപിറുക്കാതെ നിൽക്ക്, വേര് പറഞ്ഞു പോകാതെ നിൽക്ക്, ഡീപ്പ് റൂട്ടഡായി നിൽക്ക്, അവനിൽ വേരൂന്നി നിൽക്ക്, അവനിൽ വേരൂന്നി നിൽക്ക്. കയ്പാണ്, പിടിച്ചു നിൽക്ക്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പിടിച്ചു നിൽക്ക്, ചില നാളുകൾ കഴിയുമ്പോൾ പിടിച്ചു നിൽക്ക്, ചില സീസൺ കഴിയുമ്പോൾ പിടിച്ചു നിൽക്ക്. വിട്ടിട്ട് ഓടിപ്പോകല്ലേ, പിടിച്ചു നിൽക്ക്. നിന്റെ പ്രാർത്ഥന കുറയല്ലേ, നിന്റെ വിശ്വാസത്തിൽ പതറല്ലേ, നിന്റെ പ്രത്യാശ നശിക്കല്ലേ. ചില ദിവസം കഴിയുമ്പോ ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത വലിയൊരു കൂട്ടം ജനത്തിന്, വലിയൊരു സമൂഹത്തിന് നീ വലിയൊരു അനുഗ്രഹമാകാൻ പോകുന്നു. വലിയൊരു സമൂഹത്തിന് നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. വലിയൊരു സമൂഹത്തിന് നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. In the name of Jesus. എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ ഒരു കാര്യം പറയാം. In the name of Jesus. ഒരു മാസ് വിടുതലിന് വേണ്ടി ആരൊക്കെയോ ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു കൂട്ട വിടുതലിന് വേണ്ടി ആരൊക്കെയോ ദൈവം ഒരുക്കുന്നുണ്ട്. ഒരു കൂട്ടമായ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി സ്തോത്രം ദൈവം നിന്നെ ഒരുക്കുന്നുണ്ട്. നീ വ്യക്തികൾക്ക് മാത്രമല്ല അനുഗ്രഹമാകുന്നത്, വലിയൊരു ജനസമൂഹത്തിന് സ്തോത്രം നീ അനുഗ്രഹമാകാൻ വേണ്ടി പോകുന്നു. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞോട്ടെ മക്കളെ. ഹല്ലേലൂയ. വലിയൊരു ജനസമൂഹത്തിന് നീ വെളിച്ചമാകാൻ വേണ്ടി പോകുന്നു. ഞാൻ കാണുകയാണ് വലിയൊരു തുറന്ന മൈതാനത്തിന് സെൻട്രലിൽ ഒരു വലിയൊരു നിയോൺ ബൾബ് ഇങ്ങനെ കത്തിക്കിടക്കുമ്പോ പ്രാണികൾ ഇങ്ങനെ ആയിരമായി വന്നു കയറുന്നത് പോലെ ആയിരങ്ങളെ കർത്താവിലേക്ക് ആകർഷിക്കുന്ന പ്രവൃത്തിക്ക് വേണ്ടി ആരെയൊക്കെയോ ഇന്ന് രാത്രി കർത്താവിതാ തന്റെ ഗ്ലോയെ, തന്റെ മഹത്വത്തെ അവൻ വർദ്ധിപ്പിക്കുകയാണ്. വരുന്നു ജനക്കൂട്ടം കടന്നു വരുന്നു. ഈ പട്ടണത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ജനക്കൂട്ടം കടന്നു വരുന്നു. ഈ രാജ്യത്തെ നോക്കി ഞാൻ പ്രവചിക്കുന്നു, ജനക്കൂട്ടം കടന്നു വരുന്നു. ലോക രാജ്യങ്ങളിൽ നിന്ന് ജനം കടന്നു വരുന്നു. നാഷണലി ഇന്റർനാഷണലി ജനം കടന്നു വരുന്നു. ജനം കടന്നു വരുന്നു. ഇവാഞ്ചലിസ്റ്റിക് അനോയിന്റിംഗിൽ ഞാൻ പറയും, ക്രൗഡ് പുള്ളിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവം നിനക്ക് തന്ന ഒരു കൊടയുണ്ട്. ദൈവം നിനക്ക് തന്ന ഒരു മഹത്വത്തിന്റെ കൊടയുണ്ട്. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, അതിന്റെ വിസ്തൃതിയെ ഞാൻ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്.
ഓ കമാൺ കമാൺ കമാൺ. അതിന്റെ വിസ്തൃതിയെ ദൈവം വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. മരമേ 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 മരമേ, നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ജനത്തിന് നീ ഒരു അനുഗ്രഹമാകാൻ പോവാ. എന്തുവാ? നീ കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ കൂടെ, നീ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ജനത്തിന് നീ ഭയങ്കര ഒരു ഹിസ്റ്റോറിക് ബ്രേക്ക് ത്രൂ ആകാൻ വേണ്ടി പോവാ. അതിൻ്റെ ഒരു സീഡ് ഇന്ന് രാത്രി നിന്റെ ഉള്ളിൽ സ്വർഗത്തിൽ ദൈവം പാകുകയാണ്. യെസ് യെസ്, അത് ബിറ്റർനെസ്സിൽ വളരത്തില്ല. ആ സീഡ് കയ്പിൽ വളരത്തില്ല, മധുരത്തിൽ മാത്രമേ വളരത്തുള്ളൂ. കയ്പിൽ ജനിച്ച് കയ്പിൽ വളർന്ന് കയ്പിൽ ജീവിക്കുന്ന മരം, ആ കയ്പ് ചുമന്ന് മരുഭൂമിയുടെ ചൂടിൽ, മരുഭൂമിയുടെ ഉഷ്ണക്കാറ്റിൽ ഒലഞ്ഞൊലഞ്ഞ് ആടി നിൽക്കുമ്പോൾ ദാദാ ഒരു കൂട്ടം ജനം വരികയാണ്. അവരെ പാസ്റ്റർ നോക്ക്, മോശ എന്നാണ് പേര്. 1-2 ജനമല്ല, 3 മില്യൺ, 30 ലക്ഷം ജനം വരികയാണ്. വലഞ്ഞു വരിക, വലഞ്ഞു നിൽക്കുന്ന മരം കണ്ടു ഇവർ വലഞ്ഞു വരിക. അതാങ്ങളെ വലഞ്ഞു വരുന്നത്. 72 മണിക്കൂറായി ഇവർ വെള്ളം കുടിച്ചിട്ട്, അതുകൊണ്ട് വലഞ്ഞു വരിക. വെള്ളം തായോ, വെള്ളം തായോ, മോശ വെള്ളം തായോ എന്ന് പറഞ്ഞപ്പോൾ ശൂർ മരുഭൂമിയിൽ ദേണ്ട കിടക്കുന്നു വെള്ളം. ദേണ്ട ശൂർ മരുഭൂമിയിൽ ദേണ്ട വെള്ളം. ജനം കൂടി ക്യൂ ആയി നിൽക്കാനൊന്നും നേരമല്ല. 72 മണിക്കൂറായി വെള്ളം കുടിച്ചിട്ട്. ഓടിച്ചെന്ന് വെള്ളം വായിൽ കൊണ്ടു. ഈ ഭൂതം വന്ന വേഗതയേക്കാൾ 7 മടങ്ങ് വേഗതയെ തിരിച്ചു പോകുന്നത് പോലെ വായിൽ കൊണ്ട വെള്ളം 7 മടങ്ങ് വേഗതയിൽ അവർ പുറത്തു പോയി. ഇൻടോളറബിൾ. അയ്യോ മോശേ, ഞങ്ങൾക്ക് ഈ കയ്പ് വെള്ളം താങ്ങാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഈ കയ്പ് വേണ്ട. എല്ലാം തുപ്പി തുപ്പി നിൽക്കുക. 30 ലക്ഷം തുപ്പൽ മരം കേട്ടു. 30 ലക്ഷം പേർ നീട്ടി തുപ്പുക. ഞങ്ങൾക്ക് സ്തോത്രം, ഈ കയ്പ് താങ്ങാൻ പറ്റത്തില്ല, ഞങ്ങൾക്കത് താങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പൊട്ടിച്ചിരി കേട്ടു. ആരാ ചിരിക്കുന്നേ? ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ മരം നിന്ന് ചിരിക്കുക. എന്താ മരമേ നീ ചിരിക്കുന്നത്? മരം പറയും, നോക്ക്, ഒരു സെക്കൻഡ് എവർക്ക് ടോളറേറ്റ് ചെയ്യാൻ വയ്യ. ഒരു സെക്കൻഡ്, ഒരു നേരം ഈ കയ്പിനെ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു നേരം, 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനുണ്ടല്ലോ, ഞാനേ ജീവിതകാലം മുഴുവൻ സഹിച്ചതാ. ശുശ്രൂഷയാ, ചലനോ ലൈഫ് ലോങ് അനുഭവിച്ചു നിൽക്കുന്നു. ആരൊക്കെയോ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നു. ഞാനിങ്ങനെ പറയട്ടെ, വില കൊടുത്ത് പുസ്തകം എടുത്തോട്ടെ, വില കൊടുത്ത് ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി ആരൊക്കെയോ ഇന്ന് രാത്രി കേൾക്കുന്നു. മരം പറയും, ഞാനേ ലൈഫ് ലോങ് ഇത് അനുഭവിച്ചു നിൽക്കുക. ഇവർക്കൊരു 2 മിനിറ്റ് ഇവർക്ക് അനുഭവിക്കാൻ വയ്യ. ഞാൻ ഡെയിലി 24 മണിക്കൂറും, ഞായറാഴ്ച മാത്രമല്ല, 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ, ജനുവരി 1 തുടങ്ങി ഡിസംബർ 31 വരെ എനിക്കിതാ പരിപാടി. ഞാൻ ഈ കയ്പ് അനുഭവിച്ചു നിൽക്കുക. 30 ലക്ഷം ജനം മോശയോട് നിലവിളിച്ചു, മോശ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഓഹോ, കയ്പ് നിനക്ക് പ്രശ്നമാണല്ലേ? കയ്പ് എൻ്റെ ജനത്തിന് പ്രശ്നമാണെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഞാൻ പരിഹാരവും കണ്ടിട്ടുണ്ട്. ഞാൻ നിർത്തി, പരിഹാരം കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ നിർത്തി. ഈ നിൽക്കുന്ന ജനത്തിന്റെ കയ്യിൽ ഈ തലമുറയുടെ പരിഹാരമുണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. യെസ് 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 നീ കണ്ടിട്ടില്ലാത്ത വലിയൊരു മൾട്ടിറ്റ്യൂഡിന് പരിഹാരം കൊടുക്കുവാൻ, കണ്ടിട്ടില്ലാത്ത വലിയൊരു കൂട്ടം ജനത്തെ ചേർത്ത് പിടിപ്പാൻ, കണ്ടിട്ടില്ലാത്ത വലിയൊരു കൂട്ടം ജനത്തെ ചേർത്ത് പിടിച്ചതിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ, അതിന്റെ മുറിവ് കെട്ടുവാൻ, പരിഹാരത്തിനായി ദൈവം തന്നെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാണ്. യെസ് 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 യെസ്. മോശേ,
Why are you calling on to me? നീ എന്താ മോശം എന്നോട് നിലവിളിക്കുന്നത്? ആ മരത്തെ എടുത്ത് ആ വെള്ളത്തിലിട്. ആ മരത്തിനെ അത് പരിഹരിക്കാൻ കഴിയത്തുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും പല വിശ്വാസികളുണ്ടായിരിക്കാം, അപ്പുറത്തും ഇപ്പുറത്തും പല ഉപദേശിമാരും ദൈവദാസന്മാരുണ്ടായിരിക്കാം. നോ 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 വില കൊടുത്തവൻ സ്തോത്രം മുന്നോട്ട് വരട്ടെ. വില കൊടുത്തവൻ മുന്നോട്ട് വരട്ടെ. വില കൊടുത്തവൻ, കൈപ്പിൽ ജീവിച്ചവൻ മുന്നിൽ വരട്ടെ. നീ പിടിച്ചിരിക്കുന്ന ഒരു താക്കോലുണ്ട്. നിന്നിലൂടെ മാത്രമേ ആ വിടുതൽ, നിന്നിലൂടെ മാത്രമേ ആ വിടുതൽ നടക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുക. ഞാൻ നിർത്തി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്നിലൂടെ മാത്രമേ. മോശ മരമെടുത്ത് ആ വെള്ളത്തിൽ ഇട്ടപ്പോ, മരമെടുത്ത് ആ വെള്ളത്തിൽ ഇട്ടപ്പോ ഘട്ടം ഘട്ടമായി വിടുതൽ ഉണ്ടാകും എന്നല്ല പുസ്തകം പറയുന്നത്. സ്തോത്രം. അതെ, എപ്പോഴാണ് മോശ ആ മരമെടുത്ത് വെള്ളത്തിൽ ഇട്ടത്? ഒറ്റ സെക്കൻഡ് മുതൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻസ്റ്റന്റ് ഹീലിംഗ്, ഇൻസ്റ്റന്റ് ഡെലിവറൻസ്, ഇൻസ്റ്റന്റ് ബ്രേക്ക് ത്രൂ. ഏറ്റെടുക്കണം, ബദൽ ഏറ്റെടുക്കണം. ഇൻസ്റ്റന്റ്. അപ്പോൾ തന്നെ ട്യൂമറുകൾ മറയണം, അപ്പോൾ തന്നെ ക്യാൻസറുകൾ മറയണം, അപ്പോൾ തന്നെ ഭ്രാന്തികൾ വിട്ടുപോകണം. ആ മരത്തെ എടുത്ത് ആ വെള്ളത്തിലിട്ടപ്പോൾ അപ്പോൾ തന്നെ മധുരമായി തീർന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ പ്രസംഗം കഴിഞ്ഞു. സ്തോത്രം. 2 കണ്ണുകൾ അടച്ചാട്ടെ, 2 കരങ്ങളെ ഉയർത്തിയാട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അപ്പാ, എന്നെ നീ ഉപയോഗിക്കണമേ, എന്നെ നീ ഉപയോഗിക്കണമേ. ശബ്ദം ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന ആരുമില്ലയോ? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ശബ്ദം ഉയർത്തി. ഉപവാസ പ്രാർത്ഥന. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും മക്കളെ. യെസ് 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 Yes. 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 Hallelujah. Rabba Shekheni Andhaleni Yasi. Lomdoro Robo Shikheni Andhalena Bahama Shandhaleni Yasi. Louder, louder. Ella bitterness vittupogotte. Ella kaippugal maaripogotte. മറ്റുള്ളവരോടുള്ള എല്ലാ കയ്പുകളെ വിട്ടുകളാ. മറ്റുള്ളവരോടുള്ള കയ്പുകൾ വിട്ടുകളാ. ആ വായിൽ കിടക്കുന്ന കയ്പുകളെ തുപ്പികളാ. ഫൈനൽ സെന്റൻസ്. കൈപ്പുള്ള ഹൃദയത്തിന് ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമക്കാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ. കൈപ്പുള്ള ഹൃദയത്തിന് ദൈവത്തിന്റെ അഭിഷേകത്തെ ചുമക്കാൻ കഴിയത്തില്ല. ആദിമ സഭാപിതാക്കന്മാരെ നോക്കിയാൽ, അതിന് മുമ്പായിരുന്ന അപ്പോസ്തലന്മാരെ നോക്കിയാൽ, യേശു കർത്താവിനെ നോക്കിയാൽ, ഈ ലോകം അവർക്ക് ഫാൻസ് ആയിരുന്നില്ല. ഈ ലോകം അവരെ നോക്കി ഫാൻസ് കളിച്ചില്ല. സ്തോത്രം. ലോകം അവർക്ക് പ്രതികൂലമായിരുന്നു. അതേ ലോകത്ത് നീ ജീവിക്കുമ്പോൾ അപവാദങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്. സ്തോത്രം. നിന്റെ സ്നേഹിതർ നിന്നെ മുറിവേൽപ്പിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ചതാ. സ്തോത്രം. അതെ, ഞാൻ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ മുറിവേറ്റു. ശത്രുവല്ല മുറിവേൽപ്പിക്കുന്നത്, സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച് ഞാൻ മുറിവേൽറ്റു. So we don't want to keep the wrong people closer to us. We need the right people. സ്തോത്രം. സോ അവർ നിന്നെ മുറിവേൽപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ആ സമയത്ത് നിന്റെ ഹൃദയം കൈപ്പുള്ളതായി തീരരുത്. രാത്രി പ്രസംഗം കഴിഞ്ഞു, പക്ഷേ വീട്ടിൽ പ്രാർത്ഥന തുടരണം. ആമേൻ. ആമേൻ പറയാമോ? സമ്മതിക്കുമോ? 1 അരമണിക്കൂർ ഇന്ന് രാത്രി വ്യക്തിയായി വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കോ? ആരംഭം മുതൽ ചിന്തിക്കണം. 1ാം ക്ലാസ് മുതൽ തുടങ്ങി, ഓർമ്മ വെച്ച നാൾ തുടങ്ങി ഇന്ന് വരെ
ആരൊക്കെയാണോ മുറിവുകൾ തന്നത്, അപവാദം പറഞ്ഞത്, പ്രശ്നം ഉണ്ടാക്കിയത്, വേദന തന്നത്, സ്തോത്രം, ആ കയ്പുകളെ മുഴുവൻ ഇന്ന് രാത്രി തുപ്പിക്കളയണം. ഇന്ന് രാത്രി ആ കയ്പുകളെ മുഴുവൻ തുപ്പിക്കളയണം. ആ കയ്പുകളെ ഇന്ന് രാത്രി, ഇത് 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 തിയറി അല്ല, ഇത് പ്രാക്ടിക്കലാണ്. ഈ പുസ്തകം മുഴുവൻ പ്രാക്ടിക്കലാണ്. ഓ കം ഓൺ, ഈ പുസ്തകം മുഴുവൻ പ്രാക്ടിക്കലാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി വീട്ടിൽ പോയി സ്തോത്രം, അതെ, എല്ലാ കയ്പുകളെ കളയണം. ആരോടെങ്കിലും വർഷങ്ങളായി പിണങ്ങിയിരിക്കുന്നെങ്കിൽ, ദിവസങ്ങളായി പിണങ്ങിയിരിക്കുന്നത് സംസാരിക്കുന്നില്ലെങ്കിൽ, സ്തോത്രം, അതെ, അവരെ വിളിക്കണം. വിളിച്ചിട്ട് പറയണം, നിങ്ങളോട് എനിക്കിങ്ങനെ ഭാരമുണ്ട്, സ്തോത്രം എന്ന് അവരോട് പറയണം. ഞാൻ ക്രൈസ്റ്റ് സെൻറ്ററിൽ എനിക്ക് നേരെ ഏറ്റവും നന്നായി ഭാരം ഉണ്ടാക്കിയവന്മാരെ വിളിച്ച് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ല ഹോബി ഹോക്കിയും ഫുട്ബോളും ക്രിക്കറ്റും എന്നല്ല, മുറിച്ചവൻ്റെ മുറിവ് കെട്ടുന്നത് അതൊരു ഹോബിയാണ്. ഞാൻ പോവാം. മുറിച്ചവൻ്റെ മുറിവ് കെട്ടുന്നത് അതൊരു ഹോബിയാണ്. അങ്ങനെ ഒരു അവസരം കർത്താവ് നിങ്ങൾക്ക് നൽകി തരും. നമ്മൾ മുറിവ് കൊടുക്കത്തില്ല, നമ്മൾ ആരെയും ഉടയ്ക്കത്തില്ല, നമ്മൾ ആരെയും കരയിപ്പിക്കത്തില്ല. 2025 നല്ല ശമരിയക്കാരായി ദൈവത്തിന് ഭയങ്കര ചലനം. അതിനായി ദൈവം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവാ. ഇതൊരു ബിഗിനിങ് മാത്രമാണേ. നാളെ 2 സെക്ഷൻ നമുക്കുണ്ട്. സ്തോത്രം, ആരും ഒറ്റയ്ക്ക് വരില്ല, 10 പേരെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നാട്ടെ. Let's pray together. Father, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം നിന്റെ മക്കളെ മേൽ ഇവിടെ നിന്ന് വെച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കയ്പ് കൊണ്ടുവന്ന സകല രോഗത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി ഇപ്പോൾ അഴിയട്ടെ. കയ്പ് കൊണ്ടുവന്ന സകല ബലഹീനതകൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കയ്പ് കൊണ്ടുവന്ന സകല പോരുകളും ദുരാത്മാവിന്റെ ആവരണങ്ങളും ആക്രമണങ്ങളും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വിടുമാറട്ടെ. മാറിയ മധുരമാക്കി തീർത്തവനായ കർത്താവേ, ഞങ്ങൾ മാറി മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുവാൻ, ഞങ്ങൾ മാറി മറ്റുള്ളവരെ മാറ്റുവാൻ അവിടുന്ന് കൃപ ചെയ്യും. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. അങ്ങയുടെ ചലനത്തിനായി നിന്റെ ജനത്തെ ഒരുക്കും. ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്ന നിന്റെ ജനത്തെ കരം തൊട്ട് അവിടുന്ന് ബലപ്പെടുത്തും. യേശുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങളെ അടിച്ചു അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കൊടുത്ത്